മാഷിനൊരു കത്തുണ്ട്. തുറന്നു കിടക്കുന്ന വാതിൽ നോക്കി അകത്തേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അകത്തുനിന്ന് ഒരു പെൺകുട്ടിയാണ് പുറത്തേക്ക് വന്നത്. പെട്ടെന്നൊരു നിമിഷം അവളെ കണ്ടതും സനൂപ് ഒന്ന് അവളെ തന്നെ നോക്കി. ഫാഷനിൽ വെട്ടിയിട്ട മുടിയൊക്കെയായി ഒരു സുന്ദരി പെൺകുട്ടി. അച്ഛൻ ഇവിടില്ല, ബാങ്കിൽ പോയതാ, ഇങ്ങ് തന്നോളൂ, അവൾ സനൂപിനോട് പറഞ്ഞു. സനൂപ് അപ്പോൾ ഒരു നിമിഷം കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി. പലയിടത്തും പോയിട്ടുണ്ടെങ്കിലും പല പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും ആരിലും തോന്നാത്തൊരു ഭംഗി ആ പെൺകുട്ടിയിൽ അവന് തോന്നി. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ ഒരു സംശയത്തോടെ അവനെ നോക്കി. ഒരു പെൺകുട്ടിയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് മോശമല്ലേ എന്ന് കരുതി സനൂപ് പെട്ടെന്ന് തന്നെ അവന്റെ നോട്ടം മാറ്റിക്കളഞ്ഞു. ഇതാ ഇവിടെ ഒരു ഒപ്പിട്ടോളൂ. കയ്യിലുള്ള കടലാസും പെന്നും അവൾക്ക് നേരെ നീട്ടി. അവൾ അപ്പോൾ അതിൽ അവൻ പറഞ്ഞിടത്ത് ഒപ്പുവെച്ചു. ശേഷം അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ലെറ്റർ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. സ്പീഡ് പോസ്റ്റിൽ വന്നതാ, എന്തോ അത്യാവശ്യമായിട്ടുള്ള ലെറ്റർ ആയിരിക്കും, അച്ഛനെ ഏൽപ്പിക്കുക കേട്ടോ, അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ശരിയെന്നാ. സനൂപ് അത് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ ഒരിക്കൽ കൂടി അവളെ തിരിഞ്ഞു നോക്കി. അവൻ അപ്പോൾ കണ്ടു ആ ലെറ്റർ പൊട്ടിച്ചു വായിച്ചു നോക്കുന്ന ആ പെൺകുട്ടിയെ. ഒരു നിമിഷം ചുണ്ടിൽ ചിരിച്ചുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ഉള്ളിന്റെ ഉള്ളിൽ അവൻ ആ പെൺകുട്ടിയുടെ മുഖം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. അവിടെ നിന്നും ബൈക്കെടുത്ത് പോകുമ്പോഴും അവന്റെ മനസ്സിൽ ആ കുട്ടിയുണ്ടായിരുന്നു. പിന്നീട് പലതവണ ഗോപാലൻ മാഷിന് ലെറ്ററുകളും നോട്ടീസുകളുമായി വീട്ടിൽ വന്നപ്പോഴും അവളെ കണ്ടു, ആ സുന്ദരി കുട്ടിയെ. അവന്റെ മനസ്സിൽ വല്ലാതെ അവളുടെ മുഖം പതിഞ്ഞു, അവളോടുള്ള ഇഷ്ടവും. ഒരിക്കൽ അതുവഴി പോയപ്പോൾ മാഷിന് ലെറ്റർ ഒന്നുമില്ലായിരുന്നു. എങ്കിൽ പോലും അവളെ കാണാനായി ആ വീട്ടിലേക്ക് കയറി. ഉമ്മറത്തെ വാതിൽ അപ്പോൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പരിചയമുള്ള വീടായതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാലോ എന്ന് കരുതി അവൻ അവളെ കാണാനായി വെറുതെ കോളിംഗ് ബെൽ അടിച്ചു. എന്നാൽ ബെല്ലടിച്ചപ്പോൾ ആരും വന്ന് വാതിൽ തുറന്നില്ല. വീട്ടിൽ ആരുമില്ലെന്ന് കരുതി അവൻ തിരിച്ചു നടക്കുമ്പോഴാണ് അകത്തുനിന്ന് ഒരു കസേര തട്ടിത്തെറിപ്പിക്കുന്ന ശബ്ദം അവൻ കേട്ടത്. ആ ശബ്ദം ചെവിയിൽ കേട്ടതും അവൻ ഒരു നിമിഷം അങ്ങനെ നിന്നു. അകത്തുനിന്ന് എന്തോ കേട്ടതായിരിക്കുമെന്ന് കരുതി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയെങ്കിലും അവൻ ഒന്നുകൂടി തിരിഞ്ഞു വന്ന് സംശയത്തോടെ ജനലിനടുത്ത് നിന്ന് നോക്കി. പാതി അടഞ്ഞു കിടക്കുന്ന ഒരു ജനൽപ്പാളി തുറന്നു നോക്കിയതും അവൻ കണ്ടു ഫാനിൽ കുരുക്കിട്ട് പിടയുന്ന അവന്റെ മനസ്സിലെ അവന്റെ സുന്ദരിയെ. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. വെപ്രാളത്തോടെ ഓടിച്ചെന്ന് വാതിൽ തട്ടി നോക്കി. ലോക്കായിരുന്നത് കാരണം തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ വെപ്രാളം കണ്ട് റോഡിലൂടെ പോയ രണ്ടുപേർ അവിടേക്ക് ഓടി വന്നു. എല്ലാവരും കൂടെ ശക്തിയിൽ വാതിൽ തല്ലിപ്പൊളിച്ചു. ഒരു വിധത്തിൽ റൂമിന്റെ വാതിൽ തുറന്ന് ആ പെൺകുട്ടിയെ കുരുക്കിൽ നിന്ന് ഊരിയെടുത്തു. മറ്റൊന്നും നോക്കാതെ വേഗത്തിൽ വണ്ടി വിളിച്ച് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. വീട്ടിലെത്തിയ മാഷ് വിവരമറിഞ്ഞ് വേഗം ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അന്ന് രാത്രിയോടെയാണ് അവൾക്ക് ബോധം വന്നത്. ബോധം വരുവോളം സനൂപും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. എന്തിനിത് ചെയ്തു എന്ന ചോദ്യത്തിന് ബോധം വന്നപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത്, അച്ഛന് സുഖമില്ല, ക്യാൻസർ ആണെന്നും തനിക്ക് അമ്മയോ സഹോദരങ്ങളോ ആരുമില്ലെന്നും അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് കരുതി മനസ്സിലെ വിഷമം കൊണ്ട് ചെയ്തതാണെന്നുമായിരുന്നു. അത് കേട്ട ഡോക്ടർ മാഷും അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പൊന്നു മോളെ, അച്ഛന്റെ കണ്ണടയുവോളം അച്ഛന് നിന്നെ കാണണം, ഇനി ഇങ്ങനെയുള്ള അവിവേകങ്ങൾ ഒന്നും കാണിക്കരുതെന്ന് പറഞ്ഞ് മാഷ് ഉറക്കെ കരഞ്ഞു. കരച്ചിലും വഴക്ക് പറയലും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ സനൂപ് അവൾക്കരികിലേക്ക് ചെന്നു. നിങ്ങളാണല്ലേ എന്നെ രക്ഷപ്പെടുത്തിയത്? ആ പെൺകുട്ടി സനൂപിനെ നോക്കി ചോദിച്ചു. അതെ, ഞാനാണ് രക്ഷപ്പെടുത്തിയത്. തന്നെപ്പോലെ ഞാനും ആരുമില്ലാത്തവനാണ്. അമ്മയും അച്ഛനും ഒന്നുമില്ല. സ്വന്തമെന്ന് പറയാൻ ഈ ജോലി മാത്രമേ ഉള്ളൂ. ഇനി മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെടുകയാണെന്ന് തോന്നുന്നെങ്കിൽ ഈ ആരുമില്ലാത്തവനുണ്ടായിക്കോട്ടെ തൻ്റെ എല്ലാമായിട്ട്. അത് ചോദിച്ചപ്പോൾ അവൾ ആശ്ചര്യത്തോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ചുണ്ടിലൊരു പുഞ്ചിരിയോടെ അവൻ അവളുടെ അരികിലേക്ക് ചേർന്നു നിന്നു. ഒരുപാട് ഇഷ്ടമാടോ എനിക്ക് തന്നെ. സ്നേഹത്തോടെ അവനത് പറയുമ്പോൾ അവൾ അവനെ നോക്കി കരയുകയായിരുന്നു. ഒരു നിമിഷം ഈ ജീവിതം അവസാനിച്ചു പോകാതിരുന്നത് എത്ര നന്നായെന്ന് അവൾക്ക് തോന്നി. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ അവൾ അവനെ തന്നെ നോക്കി. പെട്ടെന്നാണ് അവളുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ ചിന്തകൾ ഓടി വന്നത്. ഒരു നിമിഷം ശരീരമാകെ വിറയ്ക്കുന്ന പോലെ അവൾക്ക് തോന്നി. ആത്മഹത്യയിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് അച്ഛനും ഡോക്ടറും ആവുന്നത്ര ഉപദേശിച്ചു. മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ എന്ത് ചെയ്യും? ഒരു നിമിഷം അവൾ അവളുടെ വലത് കൈ അവളുടെ വയറ്റിൽ വെച്ചു. പെട്ടെന്ന് അവൾക്കാകെ ടെൻഷൻ കയറാൻ തുടങ്ങി. ആകെ വിറയ്ക്കുന്ന പോലെ. ശരിക്കു പറഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണവും അതായിരുന്നല്ലോ. ക്യാൻസറിന് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന അച്ഛനോട് കല്യാണം കഴിയാത്ത മോള് ഗർഭിണിയാണെന്ന് എങ്ങനെ പറയും? എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പീരീഡ്സ് തെറ്റിയിട്ട് ഇന്നത്തേക്ക് 2 മാസം കഴിഞ്ഞു. ഒരു സംശയം തോന്നി ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോഴാണ് താൻ പേടിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായത്. എന്ത് ചെയ്യും ദൈവമേ? അച്ഛനില്ലാത്ത കുഞ്ഞിനെ ഞാൻ എങ്ങനെ പ്രസവിക്കും? ഈ കാര്യം അറിഞ്ഞാൽ തൻ്റെ അച്ഛൻ എത്രത്തോളം വിഷമിക്കുമെന്നോർത്താണ് താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്.
അച്ഛന് രോഗമാണെന്നറിഞ്ഞ് താൻ ആത്മഹത്യ ചെയ്തു എന്നറിയുന്നതായിരുന്നു ഇതിലും ഭേദം. താൻ എന്താ ആലോചിക്കുന്നത്? സനൂപ് അപ്പോൾ അവളെ നോക്കി. അതുവഴി പോയപ്പോൾ വെള്ളത്തിന് ദാഹിച്ചപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് ബെല്ലടിച്ചതായിരുന്നു. ആരും വാതിൽ തുറന്ന് കണ്ടില്ല. തിരികെ പോരുമ്പോൾ അകത്തു നിന്ന് കസേര മറിയുന്ന ശബ്ദം കേട്ടത്. ആദ്യം മറ്റെന്തോ ആയിരിക്കുമെന്ന് കരുതി മുന്നോട്ട് നടന്നു. പക്ഷേ ഉള്ളിലിരുന്ന് ആരോ എന്തോ പറയുന്ന പോലെ പെട്ടെന്ന് തോന്നി. ഒരു സംശയം കൊണ്ട് വീണ്ടും തിരികെ വന്നു നോക്കിയതാ. അപ്പോൾ കണ്ട രംഗം ഇപ്പോൾ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ആരെയൊക്കെയോ വിളിച്ചുകൂട്ടി വാതിൽ തല്ലിപ്പൊളിച്ച് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തിയതാ. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ആരുമില്ലാത്തവരൊക്കെ മരിച്ചു കളയാൻ തുടങ്ങിയാൽ ഈ ഭൂമിയിൽ ഇന്ന് എത്രയോ ആളുകൾ ഉണ്ടാവില്ലായിരുന്നു, ഈ പറയുന്ന ഞാൻ അടക്കം. അച്ഛന് രോഗമുണ്ടെന്നറിഞ്ഞാൽ അച്ഛന് താങ്ങായി നിൽക്കുകയല്ലേ വേണ്ടത്? പകരം ആത്മഹത്യ ചെയ്താൽ ആ അച്ഛൻ്റെ മനസ്സ് എത്രത്തോളം വിഷമിക്കും. രോഗത്തിനൊപ്പം തന്നെ എത്ര വലിയ വേദന ആ അച്ഛൻ സഹിക്കേണ്ടി വരും. താൻ പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛനും ബാക്കിയുണ്ടാകില്ല. അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. പറയാൻ ഞാൻ ആരുമല്ല, പക്ഷേ പറയണമെന്ന് തോന്നുന്നു. സനൂപ് സ്നേഹത്തോടെ അത് പറയുമ്പോൾ ജീവിക്കണമെന്ന അതിയായ ആഗ്രഹം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ താൻ എങ്ങനെ ജീവിക്കും? മറ്റെന്തെങ്കിലും ആണെങ്കിൽ മുന്നോട്ട് ജീവിക്കാമായിരുന്നു. ഇത് ഗർഭിണിയായ സ്ഥിതിക്ക് ഓരോ മാസം കൂടുന്തോറും വയറ് വലുതായി വരില്ലേ? എല്ലാവരും അറിയില്ലേ? ഒടുക്കം പ്രസവിക്കേണ്ടി വരില്ലേ? എന്ത് ചെയ്യും? അവളുടെ നെഞ്ചപ്പോൾ പടപട എന്നിടിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കാൻ മറന്നു, എന്താ തൻ്റെ പേര്? സനൂപ് അപ്പോൾ അവളോട് ചോദിച്ചു. അവൻ്റെ ആ ചോദ്യം കേട്ടപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്ന് ഒന്ന് ഞെട്ടിയ പോലെ അവനെ നോക്കിയത്. ശ്വേത, അവൾ അവനോട് പറഞ്ഞു. ശ്വേത, നല്ല പേരാണല്ലോ. എന്തായാലും അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടല്ലോ. ഇനി ഇങ്ങനെയൊന്നും കാണിക്കല്ലേ കേട്ടോ. എന്നാ ശരി, ഞാൻ അങ്ങോട്ട്. രാവിലെ ഡ്യൂട്ടിയിലായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ ഡ്യൂട്ടിയൊക്കെ മതിയാക്കി വെച്ച് തന്നെയും എടുത്ത് ഇങ്ങോട്ട് പോന്നു. ഇന്നത്തെ പണികളൊന്നും ഇനി നടക്കില്ല. നാളെ രാവിലെ നേരത്തെ ഇറങ്ങണം. കുറച്ചധികം കൊടുത്തു തീർക്കാനുണ്ട് പോസ്റ്റൽ. ഞാനെന്നാ ചെല്ലട്ടെ. അവൻ അത് പറഞ്ഞ് അവളെ നോക്കി തലയാട്ടി. ശേഷം അവൻ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ അവൾ അവനെ ഒന്നു നോക്കി. എന്തോ അവന്റെ സംസാരവും ഇടപഴകലുമൊക്കെ കണ്ടപ്പോൾ കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറയണമെന്ന് അവൾക്ക് തോന്നി. അച്ഛനല്ലാതെ മറ്റാരുമില്ല തനിക്ക് തുറന്നു പറയാൻ. ഇതെല്ലാം അച്ഛനോട് പറയാനും വയ്യ. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ വിഷമിക്കും. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സഹായം കിട്ടുകയാണെങ്കിൽ. വാതിൽ തുറന്ന് സനൂപ് പുറത്തിറങ്ങുമ്പോൾ അവൾ അവനെ വിളിച്ചു. ഒരു നിമിഷം ഒന്ന് നിൽക്കാമോ? പുറകിൽ നിന്ന് അവളുടെ വിളി കേട്ടപ്പോൾ സനൂപ് ഒന്ന് തിരിഞ്ഞു നോക്കി. ശേഷം അവൻ തുറന്ന വാതിൽ മെല്ലെ ചാരിയിട്ട് അവൾക്കരികിലേക്ക് ചെന്നു. എന്താ ശ്വേത വിളിച്ചത്? അവൻ അവളോട് ചോദിച്ചു. അത് ഏട്ടന്റെ പേരെന്താ? അവൾ അവനോട് ചോദിച്ചു. എന്റെ പേര് സനൂപ്. ഇത് ചോദിക്കാനാണോ വിളിച്ചത്? സനൂപ് അവളെ നോക്കി ചിരിച്ചു. അവൾ അപ്പോൾ അവനോട് എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടത് എന്നറിയാതെ അവനെ തന്നെ നോക്കുകയായിരുന്നു. എന്താ ശ്വേതയ്ക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അവൻ അവളെ നോക്കി. അത് അവൾക്ക് എങ്ങനെ പറയണമെന്നപ്പോൾ ഒരു പിടിയുമില്ലായിരുന്നു. എനിക്ക് പറയാനുണ്ട്, മറ്റാരും എനിക്ക് പറയാനില്ലാത്തതുകൊണ്ടാ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മോശക്കാരിയായിട്ട് കാണരുത്. നിങ്ങളൊക്കെ കൂടെ പറഞ്ഞു കേട്ടപ്പോൾ അച്ഛൻ്റെ അവസ്ഥയും കൂടി ആലോചിച്ചപ്പോൾ മുന്നോട്ട് ജീവിക്കാൻ വല്ലാത്തൊരു കൊതി. പക്ഷേ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ആരെങ്കിലും എന്നെ സഹായിച്ചേ പറ്റൂ. ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു മോശമായ രീതിയിൽ എടുക്കരുത്. അവൾ പറയുമ്പോൾ സനൂപ് കാര്യം എന്താണെന്നറിയാതെ അവളെ നോക്കുകയായിരുന്നു. എന്തിനാ ശ്വേത ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യം എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ. എന്തെങ്കിലും സഹായമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നെക്കൊണ്ടാകുന്ന കാര്യമാണെങ്കിൽ ഞാൻ സഹായിക്കാം. അവൻ അവളെ നോക്കി ഉറപ്പോടെ പറഞ്ഞു. അത് നിങ്ങൾക്ക് അല്ല ഏട്ടന് സഹായിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തുറന്നു പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ. അവൾ അവന്റെ കണ്ണുകളിലേക്ക് ഒന്നുകൂടെ നോക്കി. അവൾക്കെന്തോ സീരിയസ് ആയ കാര്യമാണ് തന്നോട് പറയാനുള്ളതെന്ന് അവൻ അപ്പോൾ തോന്നി. അത് പറയാൻ അവൾക്ക് ഏറെ പേടിയുണ്ടെന്നും അവന് മനസ്സിലായി. അവൻ അപ്പോൾ അവൾക്കരികിലേക്കൊന്നു നിന്നു. എന്താ ശ്വേത, എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമാണോ? എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ. ശ്വേത പറയാൻ പോകുന്ന കാര്യം എന്താണെങ്കിലും പേടിക്കേണ്ടതില്ല. ഞാനല്ലാതെ മറ്റൊരാളും അതറിയില്ല. സനൂപ് ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ നോക്കിയത് അച്ഛൻ്റെ രോഗകാര്യം ഓർത്തതുകൊണ്ടല്ല. ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. അച്ഛനെ വിഷമിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അതൊരിക്കലും അച്ഛൻ്റെ രോഗത്തെ ഓർത്തുകൊണ്ടല്ല. അച്ഛന് രോഗമാണെന്ന് അറിഞ്ഞതിൽ വിഷമമുണ്ട്. തന്നെ കൊണ്ടാകുന്നതുപോലെ അച്ഛനെ പരിചരിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കതിന് കഴിയില്ല സനൂപേട്ട. ഞാൻ ജീവിച്ചിരുന്നാൽ എൻ്റെ അച്ഛന് തന്നെ അത് ഏറ്റവും വലിയ അപമാനമായി തീരും. ഞാൻ പ്രഗ്നൻ്റ് ആണ്.
അവൾ അത് പറഞ്ഞതും സനൂപ് ആകെ ഞെട്ടിപ്പോവുകയായിരുന്നു. എന്ത് പ്രഗ്നന്റ് ആണെന്നോ? അതിന് ശ്വേതയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ? സനൂപ് അത് കേട്ടപാടെ തന്നെ അവളോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശ്വേത ഒന്ന് അവളുടെ തല താഴ്ത്തി. ഞാൻ പറയാം സനൂപേട്ട, എന്റെ ജീവൻ രക്ഷിച്ച ആളെന്ന നിലയ്ക്ക് അത്രമേൽ വിശ്വാസതയോടെയാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും എന്നെ മോശക്കാരിയായിട്ട് കാണരുത്. എന്റെ അവസ്ഥ അതായി പോയതുകൊണ്ടാണ്. അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ സനൂപ് അവൾ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്നു. എനിക്ക് സംഭവിച്ചത്. അവൾ വളരെ സമയമെടുത്ത് വളരെ പതുക്കെ കരഞ്ഞുകൊണ്ടും വിറച്ചുകൊണ്ടുമെല്ലാം സനൂപിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. സനൂപ് എല്ലാം കേട്ടുകൊണ്ട് അവിടെ അങ്ങനെ നിന്നു. പതിയെ ആണെങ്കിലും അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുന്നതുവരെ സനൂപ് അവളുടെ കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുന്നുണ്ടായിരുന്നു. വളരെ ശ്രദ്ധയോടെ അവൻ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാം പറഞ്ഞു തീരുമ്പോഴേക്കും ശ്വേത പൊട്ടിക്കരയുകയായിരുന്നു. ഒരു നിമിഷം കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ അവൻ അതേ നിൽപ്പു നിന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സനൂപ് സൈലന്റ് ആയിരുന്നു. തന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്ന അവളെ തന്നെ സനൂപ് ഒരു നിമിഷം നോക്കി നിന്നു. എന്താണ് ചെയ്യുക എന്ന് അവനൊരെത്തും പിടിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു നിമിഷം അവൻ മറുപടിയൊന്നും പറയാതെ എന്തോ ആലോചനയിലായിരുന്നു. അവന്റെ നോട്ടമത്രയും ഒരു വഴിയുമില്ലാതെ പൊട്ടിക്കരയുന്ന ശ്വേതയിലേക്കായിരുന്നു. ശ്വേത, കരയാതിരിക്കൂ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. തൽക്കാലം ഇതാരും അറിയണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ. എങ്ങനെയെങ്കിലും നമുക്കിത് ഒഴിവാക്കാം. ഞാൻ എങ്ങനെയെങ്കിലും സഹായിക്കാം. സനൂപ് പറഞ്ഞത് കേട്ടപ്പോൾ കരയുകയായിരുന്ന ശ്വേത തല പൊന്തിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവൾ അവന്റെ കയ്യിൽ മെല്ലെ ഒന്ന് പിടിച്ചു. തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്ന അവളുടെ കൈ അവന്റെ കയ്യിൽ പതിഞ്ഞപ്പോൾ അവന്റെ ശരീരവും ആകെ തണുപ്പോടുന്ന പോലെ അവന് തോന്നി. സങ്കടത്തോടെ ദയയോടെ അവൻ അവളെ തന്നെ നോക്കി. എന്നെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. മറ്റാരോടും എനിക്ക് പറയാനില്ല. അമ്മയോ കൂടെ പിറപ്പോ ആരും എനിക്കില്ല. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. കരഞ്ഞുകൊണ്ടൊരപേക്ഷ പോലെ അവൾ അവന്റെ കയ്യിൽ പിടിച്ചത് പറയുമ്പോൾ സനൂപിന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. പാതി നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളെ നോക്കി. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. സനൂപ് അവളുടെ കയ്യിൽ ഒന്നും മെല്ലെ തൊട്ടു. തൽക്കാലം ഈ കാര്യം ആരും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നമുക്കൊരു വഴിയുണ്ടാക്കാം. ശ്വേതയുടെ മൊബൈൽ നമ്പർ ഒന്ന് എനിക്ക് തരണം, ഞാൻ വിളിക്കാം. സനൂപ് അവളോട് പറഞ്ഞു. അവൾ അപ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് തലകുലുക്കി. ശേഷം അവളുടെ നമ്പർ അവന് പറഞ്ഞുകൊടുത്തു. അവൾ പറഞ്ഞുകൊടുത്ത നമ്പർ സനൂപ് അവന്റെ ഫോണിൽ നോട്ട് ചെയ്തെടുത്തു. ഞാൻ വിളിക്കാം, എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. സനൂപ് അവളെ നോക്കി പറഞ്ഞു. അവൾ മറുപടിയൊന്നുമില്ലാതെ അവനെ നോക്കുകയായിരുന്നു. ധൈര്യമായിട്ടിരിക്കു കേട്ടോ, ഒരിക്കൽ കൂടി അവൻ അവളോട് പറഞ്ഞു. ശേഷം അവൻ അവിടെ നിന്നിറങ്ങി. ഐസിയുവിന് പുറത്തെത്തിയപ്പോൾ കണ്ടു പുറത്തെ കസേരയിലിരുന്ന് മുഖം പൊത്തി കരയുന്ന മാഷിനെ. സനൂപ് അപ്പോൾ അദ്ദേഹത്തിനരികിലേക്ക് ചെന്നു. അവന്റെ മനസ്സിൽ അപ്പോഴും ശ്വേത പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പക്ഷേ മാഷിന്റെ അവസ്ഥ കണ്ടപ്പോൾ അവൻ അത് അദ്ദേഹത്തോട് പറയാൻ തോന്നിയില്ല. സുഖമില്ലാതിരിക്കുന്ന ഒരു മനുഷ്യനെ എന്തിനാണ് വെറുതെ സങ്കടപ്പെടുത്തുന്നത്? അദ്ദേഹം ഇതറിഞ്ഞാൽ തകർന്നു പോകും. നേറുന്ന മനസ്സോടെ അവൻ ഒന്ന് അദ്ദേഹത്തെ നോക്കി. മാഷേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ശ്വേതയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. നാളെ കൂടെ എന്തായാലും കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവാൻ മതി. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടതുകൊണ്ടാ തൽക്കാലം രക്ഷപ്പെട്ടത്. മാഷില്ലാതാകുന്ന ഒരവസ്ഥ അവൾക്ക് ആലോചിക്കാൻ പോലും വയ്യെന്ന അവൾ എന്നോട് പറഞ്ഞത്. എപ്പോഴും മാഷ് കൂടെ കാണണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. മാഷില്ലാതായാൽ അവൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് ആ പാവത്തിനറിയാം. അതുകൊണ്ട് മാഷിന്റെ മനസ്സുകൂടി ഒന്ന് ധൈര്യപ്പെടുത്തി വെക്കണം. ഒരു രോഗത്തിനും കീഴടക്കാൻ പറ്റാത്ത മനസ്സിന്റെ ശക്തി മാഷിന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. രോഗമുണ്ടെന്ന് കരുതി അതോർത്ത് വിഷമിക്കരുത്. രോഗാവസ്ഥ കൂടുകയേ ഉള്ളൂ. നമ്മൾ കുറേയൊക്കെ ആക്റ്റീവായി സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ രോഗം ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും. മാഷ് വിചാരിക്കും മാഷിനെ ഉപദേശിക്കാൻ ഞാൻ ആരാണെന്ന്. ആരുമല്ല. ബന്ധം കൊണ്ടും പ്രായം കൊണ്ടും ഒന്നും ആരുമല്ല. എങ്കിലും ഇതേ രോഗം കവർന്നെടുത്തു കൊണ്ടുപോയ രണ്ടാളുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്റെ അച്ഛനും അമ്മയും. അവരുടെ അവസ്ഥ എനിക്ക് നന്നായി അറിയാം. ഞാൻ എത്രയോ കണ്ടതാണ്, അനുഭവിച്ചതാണ്. അന്നൊന്നും ഈ രോഗത്തെപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അറിയില്ലായിരുന്നു. കൊടുക്കേണ്ട ചികിത്സ അത്രയും കൊടുത്തെങ്കിലും അച്ഛൻ ആദ്യം പോയി. അച്ഛൻ പോയി കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്കും ഇതേ രോഗമാണെന്ന് അറിഞ്ഞത്. പിന്നീട് 2 വർഷത്തിന് ശേഷം അമ്മയും എന്നെ വിട്ടുപോയി. പറയുമ്പോൾ സനൂപിന്റെ കണ്ണുകൾ രണ്ടും നിറയുകയായിരുന്നു. ശ്വേത, അവൾക്ക് മാഷ് മാത്രമേ ഉള്ളൂ. അവൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാഷ് രോഗത്തിന്റെ മുൻപിൽ തോറ്റുകൊടുക്കരുത്. സനൂപ് പറഞ്ഞപ്പോൾ മാഷ് നിറകണ്ണുകളോടെ അവനെ നോക്കി. അത്രയേറെ സ്നേഹത്തോടെ, ഒരു മകന്റെ വാത്സല്യത്തോടെ സനൂപ് അത് പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്ത ആത്മവിശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. എന്റെ മോളുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ മോനെ.
ആ സന്തോഷം എന്റെ മനസ്സിലുണ്ട്. അവളെങ്ങാനും എന്നെ വിട്ടുപോയിരുന്നെങ്കിൽ പിന്നെ ഈ രോഗമൊന്നും എന്നെ കൊണ്ടുപോകാൻ ഞാൻ ബാക്കിയുണ്ടാവില്ലായിരുന്നു. ഇന്നത്തോടുകൂടി ഞാനും തീർന്നേനെ. ഒരുപാട് നന്ദിയുണ്ട് മോൻ കണ്ടപ്പോൾ രക്ഷപ്പെടുത്തിയതിന്. നന്നായി വരും. മാഷ് അയാളുടെ വിറയ്ക്കുന്ന കൈകൾ രണ്ടും അവന്റെ തലയിലേക്ക് ചേർത്ത് വെച്ചത് പറഞ്ഞപ്പോൾ സനൂപ് അദ്ദേഹത്തെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ശേഷം അവന്റെ കൈയിലേക്ക് പതിഞ്ഞ ആ വൃദ്ധന്റെ 2 കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ഒന്നും കൂടെ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി. തോളിൽ ഒന്ന് തട്ടി സ്നേഹത്തോടെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുറത്ത് ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ആദ്യത്തെ ഓട്ടോയിൽ കയറി. അവന്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്ത് ഓട്ടോയിൽ ഇരിക്കുമ്പോൾ അവന്റെ മനസ്സ് മുഴുവൻ ശ്വേത പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പലരും ഗർഭിണിയായതും അത് കളഞ്ഞതുമൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട്, സിനിമയിലും സീരിയലിലുമെല്ലാം കണ്ടിട്ടുമുണ്ട്. എന്നല്ലാതെ അതിനെപ്പറ്റി തനിക്ക് ഒരറിവുമില്ല. രക്ഷപ്പെടുത്താമെന്ന് അവൾക്ക് വാക്കുകൊടുത്തുപോയി. ആകെ തകർന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് അത് പറയുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. പക്ഷേ ആരെയാണ് കാണേണ്ടത്? എങ്ങനെയാണ് അവൾക്കൊരാശ്വാസം കൊടുക്കേണ്ടത്? എങ്ങനെയെങ്കിലും അത് കളഞ്ഞല്ലേ പറ്റൂ. അവന്റെ മനസ്സിൽ അപ്പോൾ 100 കൂട്ടം ചിന്തകളായിരുന്നു. പോസ്റ്റ് ഓഫീസിലൊക്കെ ആണെങ്കിൽ പരിചയക്കാരുണ്ട്, കൂലിപ്പണിക്കാരാണെങ്കിലും മറ്റ് സാധാരണ ജോലിയിലാണെങ്കിലും ഒക്കെ കൂട്ടുകാരുമുണ്ട്. പക്ഷേ ഡോക്ടർമാരാരുമായിട്ടും പരിചയമില്ല. ആരോട് ചോദിക്കും? എന്താ ചെയ്യുക? അവൻ ഓട്ടോയിലിരുന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആലോചിച്ചു. പുറത്തെ കാഴ്ചകൾ അത്രയും അവന്റെ കണ്ണിൽ പതിയുന്നുണ്ടായിരുന്നെങ്കിലും അവന്റെ മനസ്സിൽ പതിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സിൽ നിറയെ അപ്പോൾ ശ്വേതയുടെ മുഖമായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കണം, അതുമാത്രമായിരുന്നു സനൂപിന്റെ മനസ്സിലുള്ള ചിന്ത. അപ്പോഴാണ് അവന് പണ്ട് തന്റെ കൂടെ +2 പഠിച്ച അമലിനെ ഓർമ്മ വന്നത്. അമൽദാസ് മേനോൻ. അവനെ 2 മാസം മുൻപ് എറണാകുളത്ത് വെച്ച് കണ്ടിരുന്നു. അവനിപ്പോൾ MBBS കഴിഞ്ഞ് ഏതോ ഒരു ഹോസ്പിറ്റലിൽ ഹൗസ് സർജൻസി ചെയ്യുകയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഗൈനക്കോളജിസ്റ്റ് ആണോ എന്നറിയില്ല. അന്ന് പരിചയപ്പെട്ടപ്പോൾ അവന്റെ കോണ്ടാക്ട് നമ്പർ തന്നിരുന്നു. കല്യാണമുണ്ട്, വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ വിളിച്ചിട്ടില്ല. അവനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഇനി അവൻ ഗൈനക്കോളജിസ്റ്റ് ഒന്നുമല്ലെങ്കിലും പരിചയത്തിൽ ഡോക്ടർമാരുണ്ടാവില്ലേ? ഈ കാര്യം അവനോട് പറഞ്ഞാൽ ചിലപ്പോൾ അവന് സഹായിക്കാനായെങ്കിലോ? പിന്നെ അവൻ ഈ നാട്ടിലുള്ളതല്ലാത്തതുകൊണ്ടും ശ്വേതയെ ഒരു വിധത്തിലും അറിയാൻ വയ്യാത്തതുകൊണ്ടും മറ്റാരും ഇതറിയാനും ഇടവരില്ല. സനൂപ് അവന്റെ ഫോണിൽ അമലിന്റെ നമ്പർ തപ്പിയെടുത്തു. അന്ന് രാത്രിയിൽ ശ്വേത ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അവളുടെ മനസ്സിൽ അപ്പോഴും ആകെ പേടിയായിരുന്നു. സനൂപേട്ടന് തന്റെ നമ്പർ കൊടുത്തിരുന്നു. പക്ഷേ വിളിച്ചാൽ തന്നെ കിട്ടില്ല, ഫോണ് വീട്ടിലാണ്. ആളെന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാകുമോ? സഹായിക്കാമെന്ന് ഏറ്റതല്ലേ. പക്ഷേ വീട്ടിൽ പോയെങ്കിലേ തനിക്ക് ഫോണിൽ നോക്കാനാകൂ. എന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടാകുമോ? ശ്വേതയുടെ മനസ്സിൽ നിറയെ സംശയങ്ങൾ തോന്നി. പേടിയോടെ, സനൂപ് സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ അവൾ ആ ഹോസ്പിറ്റലിന്റെ കട്ടിലിൽ അങ്ങനെ കിടന്നു. പിറ്റേന്ന് വൈകിട്ടോടെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത്. ഡിസ്ചാർജായ അച്ഛനൊപ്പം ഓട്ടോയിൽ വീടിന്റെ മുറ്റത്തിറങ്ങുമ്പോൾ അവൾ തന്റെ വീടിനെ ചുറ്റുമൊന്ന് നോക്കുകയായിരുന്നു. വീടിന്റെ മുറ്റത്തിപ്പോൾ നീല പന്തലുണ്ടാകുമായിരുന്നു. ആളുകളുണ്ടാകും. തന്റെ ശവസംസ്കാരം കഴിഞ്ഞിട്ടുണ്ടാകും. അച്ഛൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് നെഞ്ചു തല്ലി കരയുന്നുണ്ടാകുമായിരുന്നു. സനൂപേട്ടൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇനി ഈ വീട്ടിലേക്ക് താൻ ഇങ്ങനെ തിരിച്ചു വരില്ലായിരുന്നു. കരിയിലകൾ വീണ് കിടക്കുന്ന വീടിന്റെ മുറ്റത്തേക്ക് മെല്ലെ ചവിട്ടുമ്പോൾ അവളുടെ മനസ്സ് പിടയുകയായിരുന്നു. അച്ഛൻ ഓട്ടോക്കാരന് പൈസ കൊടുത്തു വരുമ്പോഴേക്കും ശ്വേത ഉമ്മറത്തെത്തിയിരുന്നു. മാഷ് വേഗത്തിൽ അവൾക്ക് വാതിൽ തുറന്നു കൊടുത്തു. മോള് പോയി മേല് കഴുകി റെസ്റ്റ് എടുത്തോളൂ കേട്ടോ. ഇനി കുറച്ചു ദിവസത്തേക്ക് പണിയൊന്നും എടുക്കണ്ട. ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. മാഷ് അവളോട് പറഞ്ഞു. സാരമില്ലച്ചാ, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. അവൾ മാഷിനെ നോക്കി. ഒന്നുമില്ലാതിരിക്കട്ടെ, അച്ഛൻ മരിക്കുന്നത് വരെ എന്റെ കുട്ടിയെ കാണണം. ആ ഒരു ആഗ്രഹം മാത്രമേ അച്ഛനുള്ളൂ. എന്തായാലും മോള് പോയി റെസ്റ്റ് എടുക്ക്, അച്ഛൻ അവളോട് പറഞ്ഞു. അച്ഛനോടൊന്ന് മൂളിക്കൊണ്ട് അവൾ പതിയെ അകത്തേക്ക് ചെന്നു. റൂമിലെത്തിയ പാടെ അവൾ വേഗത്തിൽ തന്റെ ഫോണാണ് എടുത്തു നോക്കിയത്. മേശപ്പുറത്തുണ്ടായിരുന്ന ഫോൺ കയ്യിലെടുത്ത് വേഗത്തിൽ അതിന്റെ ലോക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കൂട്ടുകാരികളുടെ മിസ്ഡ് കോളുകൾക്കൊപ്പം പരിചയമില്ലാത്തൊരു നമ്പറിലെ മിസ്ഡ് കോൾ കൂടി കാണുന്നുണ്ടായിരുന്നു. പരിചയമില്ലാത്ത ആ നമ്പറിൽ നിന്ന് 6 മിസ്ഡ് കോൾ കണ്ടപ്പോൾ ഒരു നിമിഷം അത് സനൂപാണെന്ന് അവൾക്ക് തോന്നി. റൂമിന്റെ വാതിൽ വേഗത്തിൽ ചെന്നടച്ച് കുറ്റിയിട്ട ശേഷം അവൾ ആ നമ്പറിലേക്ക് തിരിച്ചു കോൾ ചെയ്തു. ഒരു തവണ മുഴുവൻ റിങ് ചെയ്തെങ്കിലും അപ്പുറത്താരും ഫോൺ എടുത്തില്ല. അവൾ ഒരു സംശയത്തോടെ നമ്പർ ട്രൂ കോളറിൽ ഇട്ടു നോക്കി. അതിലപ്പോൾ സനൂപിന്റെ ഒരു പ്രൊഫൈൽ ഫോട്ടോയും അവന്റെ പേരും കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം വീണു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ കട്ടിലിലേക്കിരുന്നു. സനൂപേട്ടൻ തന്നെയാണ്. എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാകുമോ? കോൾ എടുക്കുന്നില്ലല്ലോ. ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവൾ ആ നമ്പറിലേക്ക് വീണ്ടും കോൾ ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് തിരിച്ചവന്റെ നമ്പറിൽ നിന്നും കോൾ വന്നത്.
അവന്റെ കോൾ അവളുടെ ഫോണിൽ റിംഗ് ആയതും അതിശയത്തോടെ അവൾ അതിലേക്ക് നോക്കി. പിന്നെ വേഗത്തിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സനുബേട്ട, അവൾ ഫോണിൽ പറഞ്ഞു. ആ ശ്വേത, ഞാൻ ഇന്നലെയൊക്കെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അവൻ പറഞ്ഞു. അത് സനുബേട്ട, ഫോൺ ഇവിടെ വീട്ടിലായിരുന്നു. ഇപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നത്. മനസ്സിലായി ശ്വേത, ഞാൻ ഊഹിച്ചു. ഇന്ന് പകല് നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു നോക്കാൻ പറ്റിയില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വീട്ടിലെത്തിയില്ലേ? സനൂപ് ചോദിച്ചു. അതെ സനുബേട്ട, എത്തി. അവളുടെ മനസ്സിൽ അപ്പോഴും സനൂപിനോട് മറ്റേ കാര്യം ചോദിക്കണമെന്നായിരുന്നു. പക്ഷേ എങ്ങനെ ചോദിക്കുമെന്ന് കരുതി അവളൊന്ന് മടിച്ചു. സനുബേട്ട, പിന്നെ ഞാൻ പറഞ്ഞ കാര്യം. അവൾ മെല്ലെ ഒന്ന് അവനോട് സൂചിപ്പിച്ചു. മനസ്സിലായി ശ്വേത, ആ കാര്യം പറയാനും കൂടിയാ ഞാൻ കുറെ തവണ വിളിച്ചിരുന്നു. എന്റെ ഫ്രണ്ട് ഒരാൾ ഡോക്ടറാണ്, ഗൈനക്കല്ല. ഞാൻ അവനോട് കാര്യം സൂചിപ്പിച്ചിരുന്നു. അവൻ അവന്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ച് എന്നെ തിരിച്ചു വിളിച്ചിരുന്നു. കാര്യം അത് റിസ്ക് ആണെങ്കിലും ആദ്യം ഒന്ന് മടിച്ചെങ്കിലും അവർ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ക്യാഷ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, എന്നാലും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സനൂപ് പറഞ്ഞു കേട്ടപ്പോൾ ശ്വേതയ്ക്ക് വല്ലാതെ ആശ്വാസം വീണു. സത്യമാണോ സനുബേട്ട? അവരങ്ങനെ പറഞ്ഞോ? അവൾ അവനോട് ചോദിച്ചു. അതെ ശ്വേത, ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെ ശ്വേതയ്ക്കിപ്പം എത്ര മാസമായി എന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. എങ്കിലും ചെയ്യാനുള്ളത് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്നാ അവര് പറഞ്ഞത്. നാളെ ഇപ്പോ വെള്ളിയാഴ്ചയല്ലേ? വെള്ളി, തിങ്കൾ, ബുധൻ ഇതിലേതെങ്കിലും ഒരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ എറണാകുളത്താണ്, നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവന്റെ കൂടെ പഠിച്ചൊരു ഡോക്ടറെ ഇവിടെ റെഫർ ചെയ്തു തന്നതാണ്. പേടിക്കണ്ട, ശ്വേതയുടെ കൂടെ എന്തിനുമൊപ്പം ഞാൻ വരാം. ശ്വേത എന്തായാലും ഒരു വയ്യായിക കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നല്ലേ ഉള്ളൂ. നമുക്ക് അടുത്ത ആഴ്ചയോ അതിന്റെ അടുത്ത ആഴ്ചയോ ഒരു ഡേറ്റ് ഉറപ്പിച്ചിട്ട് അവരോട് പറയാം. സനൂപ് പറഞ്ഞപ്പോൾ ശ്വേത എന്തോ ചിന്തയിലായിരുന്നു. ശ്വേത, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? സനൂപ് അപ്പോൾ അവളോട് ചോദിച്ചു. അവന്റെ ആ ചോദ്യം കേട്ടപ്പോൾ അവൾ ഒന്ന് ഞെട്ടി. ഞാൻ കേൾക്കുന്നുണ്ട് സനൂപേട്ട, പക്ഷേ എത്ര പൈസ വേണമെന്ന് അറിയില്ലല്ലോ. എന്റെ കയ്യിൽ ഇപ്പോൾ അതിനു മാത്രം ക്യാഷ് ഒന്നുമില്ല, ശ്വേത അവനോട് പറഞ്ഞു. സാരമില്ല, ക്യാഷിന്റെ കാര്യമോർത്ത് ശ്വേത പേടിക്കണ്ട. ക്യാഷൊക്കെ തൽക്കാലം ഞാൻ എടുത്തോളാം. പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് ആദ്യമായിട്ടാ, അതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ പേടി എനിക്കുണ്ട്. പക്ഷേ സാഹചര്യം ഓർത്തപ്പോൾ ശ്വേതയെ സഹായിക്കാൻ ഇപ്പോൾ ഞാനേ ഉള്ളൂ എന്നോർത്തപ്പോൾ ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, എല്ലാത്തിനും ഞാൻ ഒപ്പം നിൽക്കാം. മറ്റൊരുത്തന്റെ ചതി കൊണ്ട് പറ്റിയ ഒരു തെറ്റ് ചുമക്കേണ്ട ആവശ്യം ശ്വേതയ്ക്കില്ല. ഒഴിവാക്കി കളയുന്നത് ഒരു ജീവനെയാണെന്നറിയാം. എന്നാലും കണ്ടവന്റെ കുഞ്ഞിനെ വളർത്തേണ്ട ഗതികേട് ശ്വേതയ്ക്കുണ്ടാകരുത്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ക്യാഷിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ശ്വേതയ്ക്ക് പറ്റുന്നൊരു ദിവസം പറഞ്ഞാൽ മതി, വളരെ പെട്ടെന്ന് തന്നെ. ഞാൻ അവരോട് പറഞ്ഞോളാം. സനൂപ് പറഞ്ഞപ്പോൾ ശ്വേത എന്തോന്ന് ആലോചിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു. സനൂപേട്ട, എനിക്ക് ഇത് വെച്ച് മുന്നോട്ട് പോകാൻ വയ്യ. എത്രയും പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഒഴിവായി കിട്ടിയാൽ വലിയ സമാധാനം. പറ്റുമെങ്കിൽ നാളെ വെള്ളിയാഴ്ചയല്ലേ, നാളത്തേക്ക് പറയാൻ പറ്റുമോ? കഴിയുമെങ്കിൽ നാളെ തന്നെ ഇതങ്ങ് തീർത്താൽ എനിക്കൊരല്പം ആശ്വാസത്തോടെ ഒന്നുറങ്ങാമായിരുന്നു. ഒരു ചതിയുടെ ഫലവും വയറ്റിലിട്ടുകൊണ്ട് പറ്റുന്നില്ല ഏട്ടാ, ഒട്ടും പറ്റുന്നില്ല. പറയുമ്പോൾ ശ്വേതയുടെ വാക്കുകൾ ഇടറി അവൾ കരച്ചിലേക്ക് എത്തിയിരുന്നു. ശ്വേത, ഈ വയ്യാതിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ്? സനൂപ് അപ്പോൾ അപ്പുറത്തു നിന്ന് ചോദിച്ചു. സാരമില്ല സനൂപേട്ട, എനിക്കൊരു വയ്യായികയുമില്ല. ഇതുള്ളിൽ കിടക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് താനും. ഏട്ടൻ ഒന്ന് അവരോട് ചോദിച്ചിട്ട് ഒന്ന് എന്നെ വിളിച്ചു പറയാമോ? ശ്വേത ചോദിച്ചപ്പോൾ അവളോട് എന്തു പറയണമെന്ന് സനൂപിനും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവനെ ഒന്ന് വിളിച്ചിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം. ഇനി അഥവാ നാളേക്ക് ഡേറ്റ് പറയുകയാണെങ്കിൽ തന്നെ നീ വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞിറങ്ങും? സനൂപ് അവളോട് ചോദിച്ചു. ശ്വേത അപ്പോൾ എന്തോ ഒന്ന് ആലോചിച്ചു. ഞാൻ ബാങ്കിലേക്കാണെന്ന് പറഞ്ഞിറങ്ങാം. കുറച്ചുകാലം അവിടെ ജോലി ചെയ്തതായിരുന്നല്ലോ, തീർത്തു കൊടുക്കേണ്ട കുറച്ച് ജോലിയുണ്ടെന്ന് പറയാം. ബാങ്കിലെ ജോലി അന്ന് നിർത്തിയ ശേഷം പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അവർക്ക് ക്ലിയർ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കും. രാത്രിയാകുമ്പോഴേക്കും നമുക്ക് തിരിച്ചെത്താനാവില്ലേ? അവൾ സനൂപിനോട് ചോദിച്ചു. ആവും, ഉച്ചയോടെ തന്നെ എല്ലാം കഴിയുമെന്നാ പറഞ്ഞത്. പിന്നെ അല്പം റെസ്റ്റ് എടുത്ത് തിരികെ പോകാമെന്നാ അവൻ പറഞ്ഞത്. പിന്നെ ശ്വേത, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തുറന്ന് സംസാരിക്കുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. കുറച്ചു ദിവസം ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ബോഡി നന്നായി ശ്രദ്ധിക്കണം. എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്ന കാര്യം ഞാനേറ്റു. അത് കഴിഞ്ഞാൽ ശ്വേതയും കൂടെ ഒന്ന്. സനൂപ് പറഞ്ഞപ്പോൾ അവൾക്ക് ഒട്ടും പേടിയുണ്ടായിരുന്നില്ല. എനിക്കറിയാം സനൂപേട്ട, എല്ലാം അറിയാം. എന്തും നേരിടാൻ ഞാൻ തയ്യാറാണ്. എന്റെ അച്ഛനു വേണ്ടി മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ. ഏട്ടൻ അവരെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്നൊന്ന്. അവൾ ഒരിക്കൽ കൂടി അത് പറഞ്ഞപ്പോൾ സനൂപിന് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ അവനെ വിളിച്ചിട്ട് നിന്നെ ഇപ്പൊ തന്നെ തിരിച്ചു വിളിക്കാം ശ്വേത. അവൻ അവളോട് പറഞ്ഞ ശേഷം ഫോൺ കട്ട് ചെയ്തു.
കട്ടാക്കിയ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് സനൂപ് ഒരു നിമിഷം എന്തോ ആലോചിച്ചു. ഇന്നുവരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും ശരിക്കും നോക്കാത്ത താനാണ് ഇന്ന് ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇത്രയും വലിയൊരു സാഹസത്തിന് മുതിരുന്നത്. എല്ലാ റിസ്കും തന്റെ നേരെയാണെന്നറിയാം. എങ്കിലും തന്റെ മുന്നിലിരുന്ന് നിസ്സഹായയായി പൊട്ടിക്കരയുന്ന അവളുടെ മുഖം മറക്കാൻ കഴിയുന്നില്ല. ആ പെൺകുട്ടിക്ക് അതൊരു സഹായമാകുമെങ്കിൽ സഹായിച്ചല്ലേ പറ്റൂ. അതും സഹായിക്കാൻ താനേ ഉള്ളൂ എന്ന് അവൾ കരഞ്ഞു പറഞ്ഞതോർക്കുമ്പോൾ സഹായിച്ചേ പറ്റൂ. അപ്പോൾ തന്നെ അവൻ അവന്റെ ഫ്രണ്ടായ അമലിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അവനോട് സംസാരിച്ചു. ശേഷം സനൂപ് ഫോൺ വെച്ചു. ഡോക്ടർ അമൽ ഗൈനക്കുമായി സംസാരിച്ച ശേഷം അരമണിക്കൂറിനുള്ളിൽ സനൂപിനെ തിരിച്ചു വിളിച്ചു. എല്ലാം റെഡിയാണെന്നും നാളെ രാവിലെ ഒരു 10 മണിയോടെ ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്നും അവൻ പറഞ്ഞു. എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഡോക്ടർ സൗമ്യയെ ചെന്ന് കണ്ടാൽ മതി. റൗണ്ട്സ് എല്ലാം കഴിഞ്ഞ് 11 മണിയോടെ ഡോക്ടർ ഫ്രീ ആവും. പിന്നെ വൈകിട്ടാണ് OP ഉള്ളത്. അതിനിടയ്ക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അമൽ പറഞ്ഞ കാര്യങ്ങൾ സനൂപ് അപ്പോൾ തന്നെ ശ്വേതയെ വിളിച്ചു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്വേതയുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ അടർന്നു വീണു. പേടികൊണ്ടാണോ തന്റെ നിസ്സഹായാവസ്ഥ കൊണ്ടാണോ അതെന്ന് അവൾക്ക് തന്നെ അറിയുന്നില്ലായിരുന്നു. പൊട്ടിക്കരയാൻ തോന്നിയെങ്കിലും അവൾ അവളുടെ മനസ്സിനെ ബലപ്പെടുത്തിക്കൊണ്ട് സനൂപിനോട് ഓക്കെ പറഞ്ഞു. സമാധാനമായി ഉറങ്ങിക്കോ, നാളെ രാവിലെ ഞാൻ വിളിക്കാം, ഒന്നും പേടിക്കേണ്ട, എന്നും ഞാൻ ഒപ്പമുണ്ടാകും. സനൂപ് വളരെ സ്നേഹത്തോടെ അവളോട് പറഞ്ഞപ്പോൾ അവൻ തന്റെ അത്രമേൽ വേണ്ടപ്പെട്ട ആരൊക്കെയോ ആയി മാറുകയാണെന്ന് അവൾക്ക് തോന്നി. വളരെ സ്നേഹത്തോടെ അവളോട് ബൈ പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നു. 9 മണിയോടെ സനൂപ് ബൈക്കുമായി അങ്ങോട്ടെത്തി. വീടിന് മുൻപിലേക്ക് പോകാതെ ഇടവഴിയിൽ നിന്ന് അവളെ ഫോൺ ചെയ്തപ്പോൾ ശ്വേത വേഗത്തിൽ ഫോൺ എടുത്തു. ഹലോ ശ്വേത, ഞാനിതാ ഇവിടെ വഴിയിലുണ്ട്, ഇങ്ങോട്ട് വരാമോ? സനൂപ് അവളോട് ചോദിച്ചു. വരാം, പക്ഷെ എനിക്ക് എന്തോ പേടി തോന്നുന്നു. അവൾ അവനോട് പറഞ്ഞു. ഏയ് പേടിക്കാതിരിക്കേ, നമ്മളൊക്കെ പറഞ്ഞു ഉറപ്പിച്ചതല്ലേ, ഒന്നും പേടിക്കേണ്ട കേട്ടോ. അച്ഛൻ അവിടെ ഉണ്ടോ? അവൻ അപ്പോൾ അവളോട് ചോദിച്ചു. ഉണ്ട്, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് ഇറങ്ങാം. അവൾ അവനോട് പറഞ്ഞു. ശരി, ഞാനിതാ മുൻപിലെ റോഡിലുണ്ട്, നീ ഇങ്ങോട്ട് വാ. അവൻ അവളോട് പറഞ്ഞത് പ്രകാരം അവൾ ഫോൺ വെച്ച് അവളുടെ സൈഡ് ബാഗ് എടുത്ത് തോളിലിട്ടു. ശേഷം ഡൈനിങ് ഹാളിലേക്ക് ചെന്നപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛാ, ഞാനൊന്ന് പോയിട്ട് വരാം. ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. അത്യാവശ്യമായി ചില കണക്കുകളൊക്കെ ക്ലിയർ ചെയ്തു കൊടുക്കാനുണ്ട്. വരാൻ ചിലപ്പോൾ ലേറ്റ് ആയെന്ന് വരും, പോയിട്ട് വരട്ടെ. അവൾ അച്ഛനോട് പറഞ്ഞു. ശരി മോളെ, സൂക്ഷിച്ചു പോയി വാ കേട്ടോ. അച്ഛൻ അവളെ നോക്കി ചിരിച്ചു. അവളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞിരുന്നു. അച്ഛൻ അറിയില്ലല്ലോ അച്ഛന്റെ മോള് വയറ്റിലുള്ള ജീവനെ നശിപ്പിക്കാൻ പോവുകയാണെന്ന്. അവളുടെ ചുണ്ടുകൾ സങ്കടം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. എന്നാൽ അച്ഛനെ അത് അറിയിക്കാതിരിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വിഷമമോ സങ്കടമോ ദയനീയാവസ്ഥയോ എന്തൊക്കെയോ കൊണ്ട് അവളുടെ മനസ്സ് വല്ലാതെ നീറുകയായിരുന്നു. ഉള്ളിലുള്ളതെല്ലാം കടിച്ചമർത്തി. പുറത്തേക്ക് വന്ന കണ്ണുനീരിനെ അച്ഛൻ കാണാതെ തുടച്ചുകൊണ്ട് അവൾ വേഗം വീട്ടിൽ നിന്നിറങ്ങി. റോഡിലേക്കിറങ്ങി നടന്നപ്പോൾ അങ്ങ് ദൂരെയായി ബൈക്കിൽ അവളെ കാത്തു നിൽക്കുന്ന സനൂപിനെ അവൾ കാണുന്നുണ്ടായിരുന്നു. വീടിന്റെ മുന്നിലെ റോഡിൽ നിന്ന് നടന്നാൽ എത്തുന്ന ആദ്യത്തെ വളവിൽ ബൈക്കുമായി നിൽക്കുന്ന അവനെ അവൾ ഒന്നു നോക്കി. അവൾ അരികിലേക്ക് എത്തുവോളം സനൂപ് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ സനൂപിന്റെ അടുത്തെത്തിയതും സനൂപ് അവളുടെ കണ്ണുകളിലേക്കാണ് നോക്കിയത്. അവൾ നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന് സനൂപിന് അപ്പോൾ മനസ്സിലായി. താൻ കരഞ്ഞോ? എന്താ ഇത്? മനസ്സിനെ ധൈര്യപ്പെടുത്തണമെന്ന് ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞതല്ലേ. ഒന്നുമില്ല ശ്വേത, കുറച്ചു സമയത്തെ കാര്യമേ ഉള്ളൂ. മുന്നോട്ട് ജീവിക്കാൻ നമുക്കിത് ചെയ്തല്ലേ തീരൂ. നിന്റെ ജീവിതമാണ്, മുന്നോട്ടു പോകാൻ ഇത് അത്യാവശ്യമാണ്. മുന്നിലുള്ള വരാനിരിക്കുന്ന നല്ല ജീവിതത്തെ കരുതി മനസ്സിനെ സമാധാനപ്പെടുത്തി വയ്ക്കുക കേട്ടോ. അവൻ പറയുമ്പോൾ ശ്വേതയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകുകയായിരുന്നു. ശ്വേത അപ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഞാൻ വിശ്വസിച്ചോട്ടെ, എന്റെ ഒപ്പം അവസാനം വരെ ഉണ്ടാകുമെന്ന് അവൾ സ്വരമിടറിക്കൊണ്ട് അവനോട് ചോദിച്ചു. കരയല്ലേ ശ്വേത, ഞാനില്ലേ കൂടെ? എന്തിനും ഞാൻ ഒപ്പമുണ്ട്. ഒരിക്കലും തന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല. അവൻ അവളോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ അപ്പോൾ അവന്റെ മുഖത്തേക്കൊന്നു നോക്കി. അവൻ അവളെ നോക്കി സൗമ്യമായി പുഞ്ചിരിച്ചു. അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ നൽകുന്ന ആത്മധൈര്യം അത്രമേൽ വലുതായിരുന്നു അവൾക്ക്. കയറിയിരിക്കെ സനൂപ് പറഞ്ഞപ്പോൾ അവൾ ഒന്നുകൂടി അവനെ നോക്കിയ ശേഷം പതിയെ അവന്റെ ബൈക്കിന്റെ പിറകിൽ കയറിയിരുന്നു. ഒരു നിമിഷത്തേക്ക് സനൂപ് ബൈക്ക് എടുത്തില്ല. ചെയ്യാൻ പോകുന്ന കാര്യമോർത്തുള്ള പേടിയുണ്ടായിരുന്നു അവന്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ആവലാതിയും. അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ മനമുരുകി വിളിച്ചുകൊണ്ട് സനൂപ് ബൈക്ക് സ്റ്റാർട്ടാക്കി. ശ്വേത അവന്റെ ബൈക്കിന്റെ പിറകിൽ ഒന്നും മിണ്ടാതെ അങ്ങനെയിരുന്നു. ബൈക്ക് മുന്നോട്ട് പോകുമ്പോൾ സനൂപിന് അവളോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ചോദിക്കാൻ നാവിൽ കിട്ടിയില്ല. കണ്ണാടിയിൽ കൂടെ അവളുടെ മുഖമൊന്ന് നോക്കിക്കൊണ്ട് സനൂപ് ബൈക്ക് ഓടിച്ചു. ശ്വേത അപ്പോഴും ആലോചനയിലായിരുന്നു. അവളുടെ മുഖത്ത് നല്ല പേടിയുണ്ടെന്ന് സനൂപിന് മനസ്സിലായി. രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാതെ പറയാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വെയിലിന്റെ നേർത്ത ചൂടിനൊപ്പം ബൈക്ക് സ്പീഡിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സുഖമുള്ള ഒരു കാറ്റ് ശ്വേതയ്ക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു.
ആ കാറ്റിൽ അവളുടെ മുടിയകൾ പാറിപ്പറന്നു. കണ്ണാടിയിൽ നോക്കിയ സനൂപ് കാണുന്നത് പാറിപ്പറന്ന നെറ്റിയിലേക്ക് വീഴുന്ന മുടികൾ ഒതുക്കി വെക്കാൻ പാടുപെടുന്ന ശ്വേതയാണ്. അവളുടെ വെളുത്തു തിളക്കമുള്ള നെറ്റിയിലേക്ക് കട്ടിക്കറുപ്പുള്ള ആ മുടിയകൾ വന്നു വീഴുമ്പോൾ അവൾ വല്ലാതെ സുന്ദരിയാകുന്നതായി സനൂപിന് തോന്നി. സനൂപ് അവന്റെ ബൈക്കിന്റെ കണ്ണാടിയിൽ അവളുടെ മുഖമൊന്ന് നന്നായി നോക്കി. ഉള്ളിന്റെ ഉള്ളിൽ അവൻ അവളോട് അത്രമേൽ ഇഷ്ടമുണ്ടായിരുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സ് കീഴടക്കിയ പെൺകുട്ടി. അവളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തനിക്കായി. ഹോസ്പിറ്റലിൽ വെച്ച് അടുത്ത് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ മനസ്സ് സന്തോഷിച്ചു. പക്ഷേ അവൾ ഗർഭിണിയാണെന്ന കാര്യം പറഞ്ഞപ്പോൾ ആകെ പേടിച്ചു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അവൾക്ക് വേണ്ടി തനിക്കാകുന്നത് ചെയ്തു കൊടുക്കാൻ പോകുന്നു. അവളോട് തോന്നിയ ഇഷ്ടം ശരിയാണോ തെറ്റാണോ എന്നറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും അവളോട് ആദ്യം തോന്നിയ ഇഷ്ടത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ തനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവൾ ഇപ്പോൾ തനിക്ക് ആദ്യത്തെക്കാൾ ഏറെ പ്രിയപ്പെട്ടതാണെന്ന് അവന്റെ മനസ്സിൽ തോന്നി. രക്ഷിക്കണം, എങ്ങനെയെങ്കിലും. ഇന്നത്തോടെ അവൾക്കൊരാശ്വാസം ലഭിക്കണം. അപകടമൊന്നും കൂടാതെ അവളെ തിരിച്ചു വീട്ടിലെത്തിക്കണം. അവൾ ഇതിൽ നിന്നെല്ലാം ഒന്ന് റിക്കവറായി വന്നിട്ട് പതിയെ മനസ്സിലെ ഇഷ്ടം അവളോട് തുറന്നു പറയണം. ശ്വേതയുടെ മുഖം നിരീക്ഷിച്ചുകൊണ്ട് പെട്ടെന്ന് മുന്നിലെ റോഡിലേക്ക് നോക്കിയതേ സനൂപിന് ഓർമ്മയുള്ളൂ. വേഗത്തിൽ വന്നൊരു തമിഴ്നാട് ലോറിയിലേക്ക് അവന്റെ ബൈക്ക് ഇടിച്ചു കയറിയതും വലിയൊരു നിലവിളിയോടെ അവനും ശ്വേതയും ബൈക്കിൽ നിന്ന് തെറിച്ചു പോയതും ഒരുമിച്ചായിരുന്നു. ശ്വേത! ബൈക്കിടിച്ച് തെറിച്ചു പോകുമ്പോൾ സനൂപ് ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ രണ്ടുപേരും തെറിച്ചു വീണത് റോഡിനരികിലുള്ള പുല്ലിലേക്കാണ്. പുല്ലിനടിയിൽ നിറയെ കരിങ്കൽ മെറ്റലുകൾ ഉണ്ടായിരുന്നു. സനൂപ് അതിലേക്ക് മുഖം കുത്തിയാണ് വീണത്. മുഖം കല്ലിൽ കുത്തിയ വേദനയിൽ അവനൊന്ന് ആർത്ത് നിലവിളിച്ച് കരഞ്ഞുപോയി. അയ്യോ! കരച്ചിലിൽ അവന്റെ മുഖം മെറ്റലിൽ നന്നായി ഉരഞ്ഞു. അയ്യോ അച്ഛാ! അപ്പുറത്തു നിന്ന് ശ്വേതയുടെ കരച്ചിൽ അവന്റെ കാതിൽ കേട്ടു. അപ്പോഴേക്കും തൊട്ടടുത്തുള്ള കടകളിലുള്ള ആളുകളെല്ലാം ആക്സിഡന്റ് കണ്ട് അങ്ങോട്ട് ഓടിക്കൂടാൻ തുടങ്ങിയിരുന്നു. ആരെ കൊല്ലാനാടോ ഈ മരണപ്പാച്ചിൽ പായുന്നത്? ആളുകൾ ലോറിക്ക് മുന്നിൽ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവരെ ഇടിച്ചപ്പോൾ ബ്രേക്കിട്ട് നിർത്തേണ്ടി വന്ന ലോറിക്കാരൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലോറി മുന്നോട്ടെടുക്കാൻ തുടങ്ങുമ്പോഴേക്കാണ് ആളുകൾ വന്ന് ലോറിക്ക് മുന്നിൽ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയത്. ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് തന്നെ അയാൾക്ക് ലോറി മുമ്പോട്ടെടുക്കാൻ കഴിഞ്ഞില്ല. ചില ആളുകൾ ലോറിക്ക് തട്ടാനും മുട്ടാനും തുടങ്ങിയപ്പോൾ നിവൃത്തിയില്ലാതെ അയാൾക്ക് ലോറിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. എന്നാൽ അപ്പോഴേക്കും മറ്റു ചിലർ ഓടിച്ചെന്ന് സനൂപിനെയും ശ്വേതയെയും നോക്കുന്നുണ്ടായിരുന്നു. സനൂപും ശ്വേതയും വീണ വീഴ്ചയിൽ 2 വശത്തേക്കായി അല്പം ദൂരം മാറിയാണ് തെറിച്ചു വീണത്. അതുകൊണ്ട് തന്നെ അവൻ അവളെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സനൂപിനരികിലേക്ക് ഓടിച്ചെന്ന ആളുകൾ അവനെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. മുഖം ഒരു ഭാഗമാകെ അവന് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. നല്ലപോലെ ബ്ലഡും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവളെ ഒന്ന് നോക്കാമോ? അവനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ വന്നവരോട് അവൻ അതാണ് ആദ്യം പറഞ്ഞത്. പേടിക്കണ്ട, ആ കുട്ടിയെ ആളുകൾ നോക്കുന്നുണ്ട്. മോൻ എണീക്കാൻ പറ്റുന്നുണ്ടോ? അവനെ താങ്ങിപ്പിടിക്കാൻ വന്ന ആളുകളിൽ ഒരാൾ അവനോട് ചോദിച്ചു. ശരിക്കു പറഞ്ഞാൽ വീഴ്ചയുടെ ആഘാതത്തിൽ അവന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഒട്ടും വയ്യാതിരുന്നിട്ട് പോലും അവന്റെ കണ്ണുകൾ ശ്വേതയെ തിരയുന്നുണ്ടായിരുന്നു. അവൻ അപ്പോൾ അവരോടൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവരവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരു ടാക്സിക്കാരന് കൈ കാണിച്ചു നിർത്തിയിരുന്നു. അവള് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി എവിടെ? അവൻ അപ്പോൾ അവരോട് ചോദിച്ചു. കുട്ടി കാറിലുണ്ട് മോനെ, പെട്ടെന്ന് തന്നെ കയറൂ, ഹോസ്പിറ്റലിൽ എത്താം. 2 പേർക്കും നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. സനൂപിനെ പിടിച്ച് കാറിലേക്ക് കയറ്റുമ്പോൾ അവൻ കണ്ടു കാറിന്റെ ബാക്ക് സീറ്റിൽ ചാരിയിരുത്തിയിരിക്കുന്ന ശ്വേതയെ. വേദന കൊണ്ട് അവൾ പുളയുന്നുണ്ടായിരുന്നു. വയറിൽ അമർത്തി പിടിച്ച് കരഞ്ഞു പുളയുന്ന അവൾ സനൂപിന്റെ കണ്ണിലേക്ക് ഒന്ന് മെല്ലെ നോക്കി. അവൾക്കും അവനും ശരിക്ക് കണ്ണു തുറക്കാൻ പോലും ആവുന്നില്ലായിരുന്നു. അപ്പോൾ ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ അവർക്ക് 2 പേർക്കുമൊപ്പം കാറിൽ മുൻസീറ്റിൽ കയറി. 2 പേര് ലോറിക്കാരനെയും കൂട്ടി പുറകിൽ ഒരു ഓട്ടോയിൽ വാ. മുൻപിലെ സീറ്റിലിരുന്ന അയാൾ പുറത്തേക്ക് നോക്കി പറഞ്ഞു. വേഗം കാർ എടുക്ക്. അയാൾ കാറിലുണ്ടായിരുന്ന ഡ്രൈവറോട് പറഞ്ഞു. ഒന്നുമില്ല മക്കളെ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തും. അയാൾ പുറകിലേക്ക് നോക്കി പറയുമ്പോൾ വേദന കൊണ്ട് പുളയുന്ന സനൂപും ശ്വേതയും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. കാർ ഡ്രൈവർ പെട്ടെന്ന് കാർ മുന്നോട്ടെടുത്തു. സനൂപ് അപ്പോൾ വേദന കൊണ്ട് പുളയുന്ന ശ്വേതയുടെ കയ്യിൽ ഒന്നും മെല്ലെ പിടിച്ചു. കരഞ്ഞുകൊണ്ട് അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി. 2 പേരുടെ മുറിവിലും അപ്പോൾ വല്ലാതെ ചോര ഒഴുകുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല ശ്വേത, ഒന്നുമില്ലാട്ടോ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തും, കരയല്ലേ. തന്റെ വേദനയൊന്നും കാര്യമാക്കാതെ അവളെ തന്നോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുമ്പോൾ അവന്റെ നെഞ്ചു പിടയുകയായിരുന്നു. അവൾക്കൊന്നും സംഭവിക്കല്ലേ ദൈവമേ, അതുമാത്രമേ അവന്റെ മനസ്സിലപ്പോൾ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അടയാൻ പോകുന്ന കണ്ണുകളെ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും ശ്വേതക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. വേദന കൊണ്ട് തന്റെ കണ്ണുകളിലെ ബോധം മറയുമ്പോൾ അവൾ കാണുന്നുണ്ടായിരുന്നു അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന സനൂപിനെ. അവളുടെ കാതിൽ കേൾക്കുന്നുണ്ടായിരുന്നു ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞു പൊട്ടിക്കരയുന്ന അവന്റെ വാക്കുകളെ.
കണ്ണിലെ അവസാന ബോധവും മറയുമ്പോൾ അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സനൂപിനും ദേഹം മൊത്തം വയ്യായിരുന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിന്റെ പിൻസീറ്റിലേക്ക് ചാരിയിരിക്കുന്ന അവൻ കണ്ടു അവളുടെ ചുരിദാറിൽ ആകെ പടർന്നിരിക്കുന്ന ബ്ലീഡിങ്ങിന്റെ കണികകൾ. അവൾക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് സനൂപിന് മനസ്സിലായി. എന്നാൽ അവളെ സൂക്ഷിച്ചു നോക്കാൻ അവനെ കൊണ്ടപ്പോൾ കഴിയുന്നുണ്ടായിരുന്നില്ല. വേദന കാരണം അവന്റെ കണ്ണുകളും പതിയെ അടഞ്ഞു. സമയം കടന്നുപോയി. ഏറെ നേരത്തിനു ശേഷം ബോധം വരുമ്പോൾ സനൂപ് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി വാർഡിന്റെ നിരീക്ഷണ മുറിയിലായിരുന്നു. അവൻ അവന്റെ കണ്ണുകൾ മെല്ലെ തുറന്നു നോക്കി. ചുറ്റും നോക്കിയപ്പോൾ അത് ഹോസ്പിറ്റലിലാണെന്ന് അവന് മനസ്സിലായി. പെട്ടെന്നാണ് അവന് രാവിലെ ശ്വേതയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയ കാര്യങ്ങളും വഴിയിൽ വെച്ച് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായ കാര്യങ്ങളുമൊക്കെ ഓർമ്മ വന്നത്. ഓർമ്മയിലേക്ക് അത് വന്നതും അവനൊന്ന് വിടർന്ന കണ്ണുകളോടെ ചുറ്റിലും നോക്കി. ആരെയും കാണാനില്ല. തൊട്ടപ്പുറത്തായി ഒരു സിസ്റ്റർ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവര് മാത്രമേ ആ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. സിസ്റ്റർ. സനൂപ് മെല്ലെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ അവന്റെ ശബ്ദം ആദ്യം പുറത്തേക്ക് വന്നില്ല. എന്നാൽ വീണ്ടും അവൻ ഒന്ന് ശബ്ദം കനപ്പിച്ച് വിളിച്ചു നോക്കി. സിസ്റ്റർ. ആ വിളി കേട്ടതും അപ്പുറത്ത് കേസ് റെക്കോർഡ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്ന സിസ്റ്റർ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ എണീറ്റോ? അവർ വേഗം സനൂപിനരികിലേക്ക് വന്നു. സനൂപ് അപ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കി. എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. മുഖം നന്നായി കല്ലിൽ ഉരഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും പെയിൻ ഉണ്ടാകും. ഷോൾഡറിലും കാലിലും മറ്റും മുറിവുണ്ട്. എല്ലാം ഉരഞ്ഞു പൊട്ടിയതാണ്. ഇന്റേണൽ ഫ്രാക്ചേഴ്സ് ഒന്നുമില്ല. സിസ്റ്റർ സനൂപിനോട് പറഞ്ഞപ്പോൾ സനൂപിനപ്പോൾ ശ്വേതയുടെ കാര്യം അറിയാനായിരുന്നു ആകാംക്ഷ. സിസ്റ്റർ, എന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി? അവൻ വേഗത്തിൽ ചോദിച്ചു. വെപ്രാളത്തിൽ അത് ചോദിച്ചപ്പോൾ അവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. മുഖത്തെ മുറിവിലാകെ വേദന തോന്നി. വേദന കാരണം അവൻ മുഖത്തെ മുറിവിൽ മെല്ലെ ഒന്ന് കൈവച്ചു. ടെൻഷൻ അടിക്കേണ്ട, കുട്ടി തൊട്ടപ്പുറത്തെ വാർഡിലുണ്ട്. സംസാരിക്കാൻ ശ്രമിക്കേണ്ട, മുഖത്ത് വേദനയുണ്ടാകും. സിസ്റ്റർ അവനോട് പറഞ്ഞു. സാരമില്ല സിസ്റ്റർ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ വീണ്ടും ചോദിച്ചു. അത് നിങ്ങളുടെ വൈഫാണല്ലേ? ആ കുട്ടിക്കും ഇന്റേണൽ ഫ്രാക്ചേഴ്സ് ഒന്നുമില്ല, പക്ഷേ ദേഹത്താകെ മുറിവുണ്ട്. പിന്നെ ആ കുട്ടി കെയറിംഗ് ആയിരുന്നു അല്ലേ? എന്നാൽ അപകടത്തിൽ വയറിടിച്ചു പോയതുകൊണ്ട് തന്നെ വയറ്റിലുള്ള കുഞ്ഞ് അബോട്ടായിപ്പോയി. പേഷ്യന്റിനെ ഇപ്പോൾ DNC കഴിഞ്ഞു കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബോധം വരാത്തതുകൊണ്ട് ഒന്നും അറിയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ബ്ലീഡിംഗ് നിൽക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. കുഞ്ഞിനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താനായില്ല. സിസ്റ്റർ പറഞ്ഞപ്പോൾ സനൂപ് സിസ്റ്ററെ തന്നെ നോക്കുകയായിരുന്നു. അവന് സിസ്റ്ററോട് തിരിച്ചു മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എന്തുപറ്റി? ഷോക്കായോ? വിഷമിക്കേണ്ട, ദൈവം വിധിച്ചതല്ലേ നമുക്ക് കയ്യിൽ കിട്ടൂ. ആ കുഞ്ഞിന് ജനിക്കാൻ യോഗമില്ല എന്ന് കരുതാം. സിസ്റ്റർ പറഞ്ഞപ്പോൾ സനൂപ് ആ സിസ്റ്ററെ ഒന്നു നോക്കി. ശേഷം മനസ്സിലോർത്തു, വയറ്റിലുള്ളത് കളയാൻ വേണ്ടിയാണ് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടത്. പക്ഷേ അതിനിട വരുത്താതെ ഒരപകടത്തിലൂടെ തന്നെ അത് നഷ്ടപ്പെട്ടു പോയി. കളയാൻ വേണ്ടി കൊണ്ടുവന്നതാണെങ്കിലും പെട്ടെന്ന് പോയെന്ന് കേട്ടപ്പോൾ സനൂപിന് എന്തോ പോലെ. എങ്കിലും അവൾ ആഗ്രഹിച്ചതും താൻ ആഗ്രഹിച്ചതും അത് തന്നെ ആയിരുന്നല്ലോ. ആരും ആഗ്രഹിക്കാതെ ഭൂമിയിലേക്ക് വരാനിരുന്ന ഒരു കുഞ്ഞ് അത് നമ്മളായിട്ട് ഒഴിവാക്കാൻ നിൽക്കാതെ തനിയെ പോയി. കാര്യം എന്തു തന്നെ ആയിരുന്നാലും ആലോചിച്ചപ്പോൾ സനൂപിനും വിഷമം തോന്നി. ശ്വേതയെ ഒന്ന് കാണാനായി അവന്റെ മനസ്സപ്പോൾ വല്ലാതെ തുടിക്കുന്നുണ്ടായിരുന്നു. സിസ്റ്റർ, ഞാനൊന്ന് അവളെ കണ്ടോട്ടെ? സനൂപ് അവന്റെ കയ്യിലിട്ടിരുന്ന ട്രിപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന സിസ്റ്ററോട് ചോദിച്ചു. അയ്യോ, വയ്യാതിരിക്കുമ്പോൾ എങ്ങനെയാ പോവുക? നിങ്ങൾക്കൊട്ടും വയ്യല്ലോ. സിസ്റ്റർ അപ്പോൾ അവനെ നോക്കി. സാരമില്ല സിസ്റ്റർ, എനിക്കൊന്ന് കാണണം പ്ലീസ്. സനൂപ് അവരോട് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ ഫീലിംഗ്സ് മനസ്സിലാവും. വൈഫ് ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ആർക്കായാലും കാണാൻ തോന്നും. ശരി, ഞാൻ പുറത്തുപോയി അറ്റൻഡറെ വിളിക്കാം. വീൽചെയർ കൊണ്ടുവരാൻ പറയാം. നിങ്ങൾക്കൊന്ന് പോയി കാണാമല്ലോ. സിസ്റ്റർ അത് പറഞ്ഞ് വേഗത്തിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അല്പനേരം കൊണ്ട് തന്നെ ഒരു അറ്റൻഡറുമായി സിസ്റ്റർ തിരികെ മുറിയിലേക്ക് വന്നു. ഒപ്പം സനൂപിനെ നോക്കിയ ഡോക്ടർ ഉണ്ടായിരുന്നു കൂടെ. എങ്ങനെയുണ്ടിപ്പോൾ? ഡോക്ടർ സനൂപിന്റെ അരികിലേക്ക് വന്നു. കുഴപ്പമില്ല ഡോക്ടർ, സനൂപ് പറഞ്ഞു. സിസ്റ്റർ, ഒന്ന് BP നോക്കിക്കേ. ഡോക്ടർ അപ്പോൾ സിസ്റ്ററോട് പറഞ്ഞു. സിസ്റ്റർ അവനരികിലേക്ക് BP നോക്കാനായി വന്നു. കൊണ്ടുവരുമ്പോൾ ബോധമില്ലാത്തതുകൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല. പേരെന്തായിരുന്നു? ഇവിടെ റെക്കോർഡ്സിലൊന്നും പേര് എഴുതിയിട്ടില്ല. ഡോക്ടർ സനൂപിനോട് പറഞ്ഞു. പേര് സനൂപ്, അവൻ പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല സനൂപ്, മുറിവുണ്ട്. അതുണങ്ങാൻ കുറച്ച് സമയമെടുക്കും. പെയിൻ ഉണ്ടാകും. ഇന്നൊരു ദിവസം പെയിനിന് ഇഞ്ചക്ഷൻ തരാം. നാളെ മുതൽ പെയിൻ കില്ലർ കഴിച്ചാൽ മതി. പിന്നെ സനൂപിന്റെ വൈഫിന്റെ കാര്യം അറിഞ്ഞല്ലോ അല്ലേ? ഡോക്ടർ അവനോട് ചോദിച്ചു. അറിഞ്ഞു ഡോക്ടർ, അവൻ പറഞ്ഞു. വിഷമിക്കേണ്ട, ഇറ്റ്സ് ഓക്കെ. കുഞ്ഞു നഷ്ടപ്പെട്ടെങ്കിലും ഷീ ഈസ് ഓൾ റൈറ്റ്. ഡോക്ടർ അവനോട് പറഞ്ഞു. ഡോക്ടർ, BP നോർമലാണ്. സിസ്റ്റർ അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു. ശരി, എന്നാ സനൂപ് പോയൊന്ന് വൈഫിനെ കണ്ടിട്ട് വന്നോളൂ. പിന്നെ നിങ്ങളെ ഇടിച്ച ലോറി ഡ്രൈവറും കൊണ്ടുവന്നവരും പുറത്തുണ്ടായിരുന്നു. അയാൾ ബില്ലൊക്കെ പേ ചെയ്തിട്ടുണ്ട്. പിന്നെ അയാളുടെ കോണ്ടാക്ട് നമ്പർ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്.
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം, ഓക്കെ? ഡോക്ടർ അത് പറഞ്ഞ് പുറത്തേക്ക് നടന്നു. അറ്റൻഡർ അപ്പോൾ അവനെ പിടിച്ച് വീൽ ചെയറിൽ ഇരുത്താൻ നോക്കി. പതിയെ ഒരു കൈകൊണ്ട് കട്ടിലിൽ താങ്ങി പിടിച്ചുകൊണ്ട് അവൻ പതുക്കെ എണീറ്റ് വീൽ ചെയറിൽ ഇരുന്നു. സംഭവിച്ചതെന്താണെന്ന് തിരിച്ചറിയാനാവാത്തൊരു നിർവികാരതയായിരുന്നു സനൂപിന്റെ മനസ്സിൽ അപ്പോൾ. അപകടമുണ്ടായതിൽ ഏറെ വിഷമമുണ്ട്, എന്നാലും താനും ശ്വേതയും രക്ഷപ്പെട്ടല്ലോ. ആ ഒരു സമാധാനത്തോടെ അവൻ വീൽ ചെയറിൽ ഇരുന്നു. അറ്റൻഡർ കാഷ്വാലിറ്റിയുടെ തൊട്ടപ്പുറത്തായുള്ള എമർജൻസി ഗൈനക് വാർഡിലേക്കാണ് സനൂപിനെയും കൊണ്ടുചെന്നത്. ഡോക്ടർ നേരത്തെ ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്ന ആ കുട്ടിയുടെ ഹസ്ബൻഡാണ്. അറ്റൻഡർ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറോട് പറഞ്ഞു. ഓ, ശ്വേതയുടെ ഹസ്ബൻഡ് അല്ലേ? ശ്വേത പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലുണ്ട്. ഇപ്പോ കുഴപ്പമൊന്നുമില്ല, ബോധം വന്നിട്ടുണ്ട്. പിന്നെ ആ കുട്ടിക്ക് അബോർഷൻ ഉണ്ടായി, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. എന്നാലും ശ്വേതയുടെ കണ്ടീഷൻ ഇപ്പോൾ ഓക്കെയാണ്, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അവൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും? സനൂപ് അവരോട് ചോദിച്ചു. ഇല്ല, ഷീസ് ഓൾ റൈറ്റ്, നിങ്ങൾ പോയി കണ്ടോളൂ. പിന്നെ അധികം ഇമോഷണൽ ആവാൻ നിൽക്കണ്ട, ആ കുട്ടിയുടെ ബോഡി ഓൾറെഡി ടയേർഡാണ്, ഡോക്ടർ പറഞ്ഞു. സനൂപ് ഒന്ന് തലയാട്ടിക്കൊണ്ട് അറ്റൻഡറെ നോക്കി. അറ്റൻഡർ വീൽ ചെയറുമായി മുന്നോട്ടു നീങ്ങി. അയാൾ നേരെ സനൂപിനെയും കൊണ്ട് ശ്വേത കിടക്കുന്ന റൂമിലേക്കാണ് ചെന്നത്. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും ശ്വേത ഒന്ന് അങ്ങോട്ട് നോക്കി. അവിടേക്ക് കയറുമ്പോൾ സനൂപ് കണ്ടു കട്ടിലിൽ കിടന്ന് തന്നെ നോക്കുന്ന ശ്വേതയെ. സനൂപിനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അറ്റൻഡർ വീൽ ചെയർ തള്ളി അവനെ ശ്വേതയുടെ കട്ടിലിനരികിൽ കൊണ്ടെത്തിച്ചു. അവൻ അപ്പോൾ വീൽ ചെയറിൽ നിന്ന് എണീക്കാൻ നോക്കി. കട്ടിലിലേക്ക് ഇരിക്കണോ? അയാൾ അവനോട് ചോദിച്ചു. അതെ വേണം, ഒന്ന് പിടിക്കാമോ? അവൻ പറഞ്ഞപ്പോൾ അയാൾ അവനെ പിടിച്ച് കട്ടിലിൽ ഇരിക്കാൻ സഹായിച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ? അവൻ അപ്പോൾ അറ്റൻഡറോട് പറഞ്ഞു. ശരി, ഞാൻ അല്പം കഴിഞ്ഞു വരാം, പുറത്തുണ്ടാകും. അയാൾ അത് പറഞ്ഞ് പുറത്തുപോയി. സനൂപ് അപ്പോൾ ശ്വേതയെ നോക്കി. അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കുകയായിരുന്നു. ആകെ മുറിവ് പറ്റിയിരിക്കുന്ന സനൂപിനെ കണ്ടപ്പോൾ അവൾക്കാകെ വിഷമം തോന്നി. എന്നാൽ അവളുടെ അവസ്ഥയും മോശമല്ലായിരുന്നു. നെറ്റിയിലും കയ്യിലും കാലിലും ആകെ മുറിവുണ്ടായിരുന്നു. സനൂപേട്ട, ഞാൻ കാരണമല്ലേ ഏട്ടൻ ഇതൊക്കെ? ഈ അപകടമുണ്ടായത് ഞാൻ കാരണമല്ലേ? കരഞ്ഞുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ സനൂപ് അവളുടെ ചുണ്ടിന്മേൽ മെല്ലെ ഒന്ന് കൈവച്ചു. എന്താ ശ്വേത ഇത്, കരയല്ലേ? ശ്വേത കാരണമാണോ? ഞാൻ ശ്രദ്ധിക്കാതെ ബൈക്ക് ഓടിച്ചതുകൊണ്ടല്ലേ ലോറി തട്ടിയത്? എന്തായാലും വലിയ അപകടമൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടല്ലോ. ശ്വേതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? സനൂപ് പറഞ്ഞു. എന്റെ ആവശ്യത്തിന് വന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. എന്നെ സഹായിക്കാൻ വന്നിട്ടല്ലേ സനൂപേട്ടൻ ഈ മുറിവൊക്കെ പറ്റിയത്. അവൾ അപ്പോഴും കരയുകയായിരുന്നു. കരയല്ലേ ശ്വേത? അവൻ ഒന്നുകൂടെ അവളുടെ ചുണ്ടിൽ കൈയമർത്തി. അവന്റെ കൈകൾ ഒന്നുകൂടെ അവളുടെ ചുണ്ടിൽ അമർന്നപ്പോൾ അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. ഒന്നുമില്ല, പേടിക്കണ്ട, ഇനി ഒന്നും പറയണ്ടാട്ടോ, സനൂപ് അവളോട് പറഞ്ഞു. അവൾ അപ്പോൾ അവനെ ഒന്ന് നന്നായി നോക്കി. പിന്നെ വയറ് കല്ലിൽ ഇടിച്ചപ്പോൾ അവൾ എന്തോ പറയാൻ വന്നപ്പോഴേക്കും സനൂപ് അവളെ തടഞ്ഞു. പറയണ്ട ശ്വേത, എനിക്കറിയാം, ഡോക്ടർ പറഞ്ഞു. ആ ഒരു കാര്യത്തിനു വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. പക്ഷേ നമ്മളായിട്ട് ഒഴിവാക്കാൻ നിൽക്കാതെ ദൈവം തന്നെ അത് തിരിച്ചെടുത്തു. സാരമില്ല, എല്ലാം കഴിഞ്ഞല്ലോ, സമാധാനിക്ക്, സനൂപ് പറഞ്ഞപ്പോൾ ശ്വേത വീണ്ടും കരയുകയായിരുന്നു. ഒരുപാട് വേദനിച്ചല്ലേ? അവൻ അപ്പോൾ അവളോട് ചോദിച്ചു. ഉവ്, വയറ് കല്ലിലിടിച്ചപ്പോൾ പിടഞ്ഞുപോയി, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സാരമില്ല, രക്ഷപ്പെട്ടല്ലോ, എനിക്ക് അത് മതി. പറയുമ്പോൾ സനൂപിന്റെ വാക്കുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സനൂപേട്ട, അച്ഛൻ ഇതൊക്കെ അറിഞ്ഞാൽ? അത് പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത പേടിയുണ്ടായിരുന്നു. പേടിക്കണ്ട, ബാങ്കിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ എന്നെ വഴിയിൽ കണ്ട് ബൈക്കിൽ കയറിയതാണെന്ന് പറഞ്ഞാൽ മതി. അപകടമുണ്ടായത് മാത്രം അച്ഛൻ അറിഞ്ഞാൽ മതി, മറ്റൊന്നും അറിയണ്ട. ഞാൻ പറഞ്ഞത് അബോർഷന്റെ കാര്യമാണ്, സനൂപ് അവളെ നോക്കി പറഞ്ഞു. സനൂപേട്ട, അത് പരിക്കുള്ളതുകൊണ്ട് എന്തായാലും ഇവിടെ കിടക്കേണ്ടി വരില്ലേ? അച്ഛനെ അറിയിക്കേണ്ടി വരില്ലേ? അച്ഛൻ വന്നാൽ ഇവിടെയുള്ളവർ പറയില്ലേ? ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ എന്ത് ചെയ്യും? അവൾ പേടിച്ചുകൊണ്ടാണ് അത് പറയുന്നതെന്ന് അവന് മനസ്സിലായി. അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി. അച്ഛൻ ഒരു പേഷ്യന്റ് ആണെന്നും ഈ ഒരു കാര്യം അറിഞ്ഞാൽ, കുഞ്ഞിനെ നഷ്ടപ്പെട്ടതറിഞ്ഞാൽ വിഷമിക്കുമെന്നും നമുക്ക് ഡോക്ടറോട് പറയാം. ഡോക്ടർമാരും സിസ്റ്റർമാരും പറയാതെ ശ്രദ്ധിച്ചോളും. അതോർത്ത് ശ്വേത വിഷമിക്കേണ്ട, അല്ലാത്ത ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ അല്ലേ? സനൂപ് ചോദിച്ചു. പെയിനുണ്ട്, വയറ്റിലും മുറിവിലുമൊക്കെ, അവൾ പറഞ്ഞു. സാരമില്ല, മാറിക്കോളും. സനൂപ് അത് പറഞ്ഞ് അവളെ നോക്കി ചുണ്ടിൽ ഒരു ചെറിയ ചിരി പടർത്താൻ ശ്രമിച്ചു. അവളും അപ്പോൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
സനൂപ് അപ്പോൾ മെല്ലെ മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ ഒരു കുഞ്ഞുമ്മ കൊടുത്തു. ആ ഉമ്മ നെറ്റിയിൽ പതിഞ്ഞപ്പോൾ ശ്വേതയുടെ കണ്ണുകൾ വിടർന്നു. അവൾ അവന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കി. അവൾ അപ്പോൾ മെല്ലെ അവന്റെ കയ്യിൽ പിടിക്കാനായി അവളുടെ കൈ ഒന്ന് ഉയർത്തി. അവൻ അവളുടെ കൈയിലേക്കൊന്ന് നന്നായി നോക്കി. അവൾ അപ്പോൾ അവന്റെ കൈയിലേക്ക് അവളുടെ കൈകൊണ്ട് ഒന്ന് മുറുകെ പിടിച്ചു. നന്ദിയുണ്ട്, ഈ ജന്മം മുഴുവൻ തീർത്താൽ തീരാത്ത ഒരു 100,000 നന്ദി. അടർന്നു വീഴുന്ന കണ്ണുനീരിനൊപ്പം ഇടർച്ചയോടെ അവൾ അത് പറഞ്ഞപ്പോൾ സനൂപ് ഏറെ വാത്സല്യത്തോടെ അവളെ നോക്കി. നന്ദി മാത്രം പോരാ, ഞാൻ അന്ന് നിന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചപ്പോൾ നിന്നോട് പറഞ്ഞത് ഓർമ്മയില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. ഈ ജന്മം മുഴുവൻ എനിക്ക് തന്നേക്കണം നിന്നെ. എന്റെ കൂടെ ഉണ്ടാവണം, എന്റെ പെണ്ണായിട്ട്. സനൂപ് പറഞ്ഞപ്പോൾ ശ്വേത ശരിക്ക് പറഞ്ഞാൽ ഞെട്ടുകയായിരുന്നു. അന്ന് ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചപ്പോൾ സനൂപ് അത് തന്നോട് പറഞ്ഞത് താൻ ഗർഭിണിയാണെന്നറിയാതെ ആയിരുന്നു എന്ന് അവൾക്കറിയാം. എന്നാൽ ഇപ്പോൾ ഇത് പറയുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. അവൾ സനൂപിനെ തന്നെ വിടർന്ന കണ്ണുകളോടെ നോക്കി. എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്താണ് ഇപ്പോഴും ഇങ്ങനെ പറയുന്നത്? സനൂപേട്ടനെ പോലെ നിഷ്കളങ്കനായ, സ്നേഹിക്കാൻ അറിയുന്ന ഒരാൾക്ക് എന്നേക്കാൾ എത്രയോ നല്ല പെൺകുട്ടിയെ കിട്ടും. മറ്റൊരുത്തൻ നശിപ്പിക്കാത്ത, മറ്റൊരുത്തന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കാത്ത പരിശുദ്ധയായ പെൺകുട്ടിയെ. ശ്വേത അത് പറഞ്ഞപ്പോൾ സനൂപ് അവളെ നോക്കി ഒന്നുകൂടെ ചിരിച്ചു. എനിക്ക് നിന്നെ മതി, അത്രയ്ക്കിഷ്ടമാണ് എനിക്ക്. അവൻ അവളോട് പറഞ്ഞു. വേണ്ട സനൂപേട്ട, അത് മാത്രം പറയരുത്. എന്നും ഏട്ടനോട് തീർത്താൽ തീരാത്ത നന്ദി എനിക്കുണ്ടാകും. ഒരപകടം വന്നപ്പോൾ ഒരു കൂടപ്പിറപ്പായി കൂടെ നിന്നതിന്, ആരും തുണയില്ലാതിരുന്നപ്പോൾ കൈ തന്ന് താങ്ങിയതിന്, ആ സ്നേഹവും കടപ്പാടും എനിക്കെന്നും ഉണ്ടാകും. അത് മതി, അതിനപ്പുറത്തെന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കരുത്. അച്ഛനു വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അച്ഛനെ വിഷമിപ്പിക്കാനാവാത്തത് കൊണ്ട് മാത്രം. അച്ഛന്റെ ആയുസ് കഴിയുന്ന കാലം വരെ ഞാൻ ജീവിച്ചോളാം. എന്നെപ്പോലെ മറ്റൊരുത്തന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടവളെ ഏട്ടന് വേണ്ട. ശ്വേത അത് പറഞ്ഞപ്പോഴും സനൂപിന്റെ ചുണ്ടിൽ ആ ചിരി ഉണ്ടായിരുന്നു. എനിക്ക് നിന്നെ വേണം ശ്വേത. ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചപ്പോഴും എനിക്ക് ഏറെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞതും സഹായിക്കാമെന്നേറ്റതും എല്ലാത്തിനും ഒപ്പം വന്നതും എനിക്ക് നിന്നെ വേണ്ടിയതുകൊണ്ട് തന്നെയാണ്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശ്വേത. എല്ലാ പെൺകുട്ടികളെയും പോലെ പഠിച്ച് ബാങ്കിൽ നല്ലൊരു ജോലി വാങ്ങി. എന്നാൽ ബാങ്കിലെ മാനേജർ വൈകുന്നേരം സ്റ്റാഫ് എല്ലാം പോയ നേരത്ത് ഏതോ ഫയൽ എടുക്കാനാണെന്ന് പറഞ്ഞ് നിന്നെ പുറകിലെ സ്റ്റോർ റൂമിലേക്ക് വിളിച്ച് നിന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതിരോധിക്കാൻ നോക്കിയിട്ട് നിനക്കതിന് കഴിഞ്ഞില്ലല്ലോ. ഒരു ചതിയുടെ ഫലമല്ലേ നീ അനുഭവിക്കേണ്ടി വന്നത്? നീ അന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ നിന്റെ ഭാഗത്ത് എന്താണ് തെറ്റ്? തെറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒപ്പം നിൽക്കാമെന്ന് ഏറ്റതും ഇതുവരെ ഒപ്പം നിന്നതും. പിന്നെ ആ കുഞ്ഞിനെ സ്വീകരിക്കാനും ഞാൻ തയ്യാറായിരുന്നു നിനക്ക് വേണ്ടി. ഒരു ജീവനാണ്, കളയുന്നതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് സംസാരിച്ചിട്ട് നിനക്ക് ആ കുഞ്ഞിനെ വേണമെന്നാണെങ്കിൽ നിന്നെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ചതിയുടെ ഫലം വയറ്റിലിട്ട് നടക്കാൻ നിനക്കാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം നടന്നു കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് ജീവിക്കൂ എന്ന് നീ തറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എല്ലാം തീരുമാനിക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ പുറത്തുള്ള ഒരാളുടെ കുട്ടി നമ്മുടെ ജീവിതത്തിൽ വേണ്ടെന്ന് ദൈവത്തിന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും നമ്മളായിട്ട് ഒഴിവാക്കാൻ നിൽക്കാതെ ദൈവമായിട്ട് തിരിച്ചെടുത്തത്. പിന്നെ നിന്നോടിന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഒരു കാര്യം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. അയാളുണ്ടല്ലോ, ആ ചതിയൻ, മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് ഒരു ഓഫീസർ സ്ഥാനത്തിരുന്നു കൊണ്ട് നിന്നോട് ഈ ചതി ചെയ്ത ആ ദുഷ്ടൻ, അയാൾക്കുള്ള നല്ലൊരു പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. വിശ്വസിച്ച ആ ബ്രാഞ്ചിൽ ജോലിക്ക് വരുന്ന ഒരു പെൺകുട്ടിക്കും ഇനി നിന്റെ അവസ്ഥ ഉണ്ടാകരുത്. സനൂപ് പറഞ്ഞപ്പോൾ ശ്വേത കാര്യം എന്താണെന്നറിയാതെ അവനെ നോക്കി. കൊന്നുകളയാനുള്ള ദേഷ്യമുണ്ടായിരുന്നു എനിക്ക് ആദ്യം കേട്ടപ്പോൾ. പിന്നെ അങ്ങനെ വല്ലതും ചെയ്താൽ ഞാൻ അകത്താവുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആളെ വിട്ട് തല്ലിപ്പിച്ചു. എന്റെ പരിചയക്കാരനറിയാവുന്ന കുറച്ച് അടിപിടിയും കച്ചറയും ഒക്കെയായി നടക്കുന്ന പയ്യന്മാരുണ്ട്. അയാൾ ഒരു ദിവസം ജോലി കഴിഞ്ഞു വരുമ്പോൾ രാത്രിയിൽ ഇവന്മാരിട്ട് നല്ലോണം പണിതു. രാത്രി ആയതുകൊണ്ട് അയാൾ ഇവരെ തിരിച്ചറിഞ്ഞില്ല. അത്യാവശ്യം പണി കിട്ടി ഹോസ്പിറ്റലിലാണെന്നറിഞ്ഞു. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകില്ല. സനൂപ് പറഞ്ഞപ്പോൾ ശ്വേത ആകെ ഞെട്ടിപ്പോയിരുന്നു. സനൂപേട്ടാ, ഏട്ടൻ പറയുന്നത് സത്യമാണോ ഏട്ടാ? അവൾ അവനോട് ചോദിച്ചു. സത്യമാണ് ശ്വേത, ഇന്ന് വരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാറില്ല. പക്ഷേ അവനെപ്പോലൊരു വൃത്തികെട്ടവനോട് അത്രയെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പൈസ കൊടുത്തു ചെയ്യിപ്പിച്ചു. സനൂപ് അത് പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. സനൂപ് തന്നെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ ആരുമില്ലാത്ത തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തത്. അവൾക്ക് അവനോട് അളവില്ലാത്ത സ്നേഹം തോന്നുകയായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റായി പോയോ ശ്വേത? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം.
കൊടുത്തത് കുറഞ്ഞു പോയെന്നൊരു സമാധാനക്കുറവേ എനിക്കുള്ളൂ. സനൂപ് അവളോട് പറഞ്ഞു. ഇല്ല, ആ ചതിയന്റെ മുഖം ഓർക്കാൻ പോലും എനിക്ക് വയ്യ. അയാൾക്ക് കിട്ടിയത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. ആ വിധത്തിലാ അയാൾ എന്നെ. പറയുമ്പോൾ ശ്വേതയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാടിയിറങ്ങി. കരയല്ലേ? സനൂപ് അവളുടെ മുഖത്തുകൂടെ സ്നേഹത്തോടെ ഒന്നുകൂടെ തലോടി. സനൂപേട്ട, ഏട്ടൻ എന്തെങ്കിലും പ്രശ്നം ഏതെങ്കിലും വിധത്തിൽ അയാളെ ഉപദ്രവിച്ചത് കൊണ്ടുണ്ടാകുമോ? ഏട്ടനാണ് ചെയ്യിച്ചതെന്ന് എങ്ങനെയെങ്കിലും അയാൾ അറിയുമോ? അവൾക്കതായിരുന്നു പേടി. ഒരിക്കലുമില്ല, ഇനി അറിഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല. നീ അതോർത്ത് പേടിക്കണ്ട. രാത്രി അവന്മാര് പണിതത് അയാൾക്ക് ആളെപ്പോലും മനസ്സിലായിട്ടില്ല. പെൺകുട്ടികളോട് ദ്രോഹം ചെയ്യാൻ മാത്രമേ അയാൾക്ക് അറിയൂ എന്ന് തോന്നുന്നു. അവന്മാരോട് എതിർത്ത് നിൽക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. പേടിക്കണ്ട, എന്റെ നേരെ ഒരു പ്രശ്നവും വരില്ല. സനൂപ് പറഞ്ഞപ്പോൾ അവൾ സനൂപിന്റെ കൈപിടിച്ച് സ്നേഹം കൊണ്ട് മെല്ലെ ഒരു ഉമ്മ കൊടുത്തുപോയി. അടർന്നു വീഴുന്ന അവളുടെ കണ്ണുനീരുകൾ ഉമ്മയ്ക്കൊപ്പം അവന്റെ കയ്യിൽ പതിഞ്ഞു. സനൂപ് അവളെ സ്നേഹത്തോടെ നോക്കി. താങ്ക് യു വെരി മച്ച് സനൂപേട്ട. അവൾ അത് പറഞ്ഞ് അവന്റെ കൈ അവളുടെ ചുണ്ടിൽ വെച്ചമർത്തുമ്പോൾ സനൂപ് അവളുടെ നെറ്റിയിൽ ഒന്ന് തലോടി. ശേഷം അവന്റെ ചുണ്ടമർത്തി മെല്ലെ ഒരു ഉമ്മ കൂടെ അവളുടെ നെറ്റിയിൽ ചാർത്തി. ശ്വേത അപ്പോൾ അവനെ നോക്കി ചിരിച്ചു. അവൾ അപ്പോൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സനൂപ് അപ്പോൾ അവളെ മെല്ലെ താങ്ങിപ്പിടിച്ച് എണീറ്റിരിക്കാൻ സഹായിച്ചു. അവൾ കട്ടിലിൽ എണീറ്റിരുന്നപ്പോൾ അവൻ തലയിണ എടുത്ത് കട്ടിലിന്റെ കമ്പിയിൽ ചാരിവെച്ച് അവളെ അതിലേക്ക് ചേർത്തിരുത്തി. എന്നിട്ട് അവൻ ഒന്നുകൂടെ അവൾക്കരികിലേക്ക് ഇരുന്നു. അവൾ അപ്പോൾ അവനെ നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ തോളിലേക്ക് ചാഞ്ഞു. പ്രതീക്ഷിക്കാതെ അവൾ അങ്ങനെ ചെയ്തപ്പോൾ സനൂപിന്റെ മനസ്സിൽ ഏറെ സന്തോഷം തോന്നി. ശരീരത്തിലെ വേദനയൊക്കെ എങ്ങോ ഇല്ലാതായി പോയ പോലെ അവൻ അനുഭവപ്പെട്ടു. അവൻ അവന്റെ കൈകൊണ്ട് അവളെ ഒന്ന് ചേർത്തു പിടിച്ചു. അവൾ അവന്റെ തോളിൽ ഒന്നുകൂടി നന്നായി ചാഞ്ഞുകിടന്നു. അവൻ അപ്പോൾ അവളുടെ മുടിയിൽ പതുക്കെ തലോടി. അവന്റെ തോളിൽ ചാഞ്ഞു കിടക്കുന്ന അവളുടെ കവിളിലും കഴുത്തിലുമായി മെല്ലെ ഒന്നുകൂടി ഉമ്മ വെച്ചു. തനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്, തന്റെ എല്ലാമാണ് അവനെന്ന തിരിച്ചറിവോടെ ശ്വേത അവന്റെ തോളിലേക്ക് ഒന്നുകൂടെ അമർന്നു കിടന്നു. അവൻ അവളെ ഒന്നുകൂടി ചേർത്തു പിടിച്ച് അവളുടെ മുടികൾക്കിടയിലൂടെ കൈ ചേർത്ത് അവളെ തഴുകി തലോടി. ആ ഹോസ്പിറ്റൽ റൂമിൽ വെച്ച് കഴിഞ്ഞുപോയ നാളുകളെയെല്ലാം മറന്നുകൊണ്ട് ശരീരത്തിൽ അനുഭവിക്കുന്ന മുറിവിന്റെ വേദനയെല്ലാം നീങ്ങിപ്പോകുന്ന അനുഭവത്തോടെ അവൾ സനൂപിന്റെ ദേഹത്തേക്ക് ചേർന്നു. ആരുമില്ലാത്ത തനിക്ക് ഇനി ഇവളാണെല്ലാം. ആദ്യമായി ഇഷ്ടം തോന്നിയ, ഇപ്പോൾ തന്റെ തോളിൽ ചാഞ്ഞു കിടക്കുന്ന തന്റെ പെണ്ണിനെ ചേർത്തു പിടിച്ചുകൊണ്ട് അവൻ ഒരിക്കൽ കൂടി അവളുടെ കഴുത്തിൽ ഉമ്മ വെച്ചു. ചെറിയൊരു കിളിയോടെ അവൾ അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവൾ അപ്പോൾ അവളുടെ കൈയെടുത്ത് സനൂപിന്റെ പുറത്തായി ഷർട്ടിൽ മുറുകെ പിടിച്ചു. രണ്ടുപേരും പരസ്പരം ഇഴുകിച്ചേർന്ന് ഒന്നാവുന്ന ശുഭമുഹൂർത്തമായിരുന്നു അത്. ഹോസ്പിറ്റൽ മുറിയുടെ അന്തരീക്ഷം ആകെ മാറി. ആ മുറിയിലാകെ അവരുടെ പ്രണയ നിമിഷങ്ങൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവളുടെ ഉള്ളിൽ അപ്പോൾ മറ്റൊരുത്തന്റെ ജീവന്റെ തുടിപ്പില്ല. നിറഞ്ഞു കവിയുന്നത് സനൂപിനോടുള്ള പ്രണയം മാത്രമായിരുന്നു. ഇനി അങ്ങോട്ട് മുന്നിലേക്ക് അവർക്ക് വരാനിരിക്കുന്ന നല്ല ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് അവർ രണ്ടുപേരും പരസ്പരം ഒന്നു ചേരുകയായിരുന്നു. അവിടം മുതൽ വരാനിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കാത്തിരുന്നുകൊണ്ട്.